ഇത് ജോർജ് ബുഷ് ഇതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇറാനിനെ കുറിച്ച് പറയുമ്പോഴും ജോർജ് ബുഷ് ഇസ്ലാമിക വിരോധം കൊണ്ട് ഇറാനിനെ ആക്രമിച്ചു എന്നല്ല ഞാൻ പറയുക. ഇറാഖിലെ പെട്രോള് അമേരിക്കയിലെ കുത്തക കമ്പനികളായ ഷെവറോണിനും എക്സലിനും മൊബൈലിനും വേണ്ടി കൊടുക്കാൻ ചെയ്തു എന്നാണ്. അപ്പൊ ഇപ്പോഴും നമുക്കറിയാം എന്താ സംഭവിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഗവൺമെന്റ് താല്പര്യം പ്രാഥമികമായി അവിടുത്തെ കോർപ്പറേറ്റുകളുടെ താല്പര്യമാണ്. അതേ താല്പര്യമാണ് ഇന്ത്യയിലുള്ളത്. 4 ലക്ഷം കോടിയുടെ വ്യാപാരം നടത്താൻ ഒരു കമ്പനിക്ക് സാധ്യതയുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റിംഗ് നടത്തുന്ന സുഹൃത്തുക്കൾക്കറിയാം 10% ഇനീഷ്യൽ മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചറായിട്ട് മാറ്റും. ഇതിൽ തുടക്കത്തിൽ കസ്റ്റമറെ ഉണ്ടാക്കാൻ, അങ്ങനെയാണ് പരസ്യം ചെയ്യുന്നതൊക്കെ. ആ കസ്റ്റമർ ഉണ്ടാക്കുന്ന മാർക്കറ്റിംഗ് 10% എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കോടിയുടെ 10% 40,000 കോടി രൂപയാണ്. 40,000 കോടി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പഴയക്കുള്ള കണക്ക് ശരിയാണെങ്കിൽ ഒരു MPക്ക് 100 കോടി രൂപ വെച്ച് കൊടുത്താലും 272 MPമാരെ പിടിക്കാൻ 27,000 കോടി രൂപ മതി. പിന്നെയും 13,000 കോടി കയ്യിലിരിക്കും. പിന്നെ എങ്ങനെയാണ് വരാതിരിക്കുക? 40,000 കോടി രൂപ ഈ കരാർ ഉറപ്പിക്കാൻ വേണ്ടി ലോകത്തിറക്കാൻ അവിടെ തയ്യാറാണ്. ഇവിടെയുള്ള ആളുകളും അതുപോലെയാണ്. റിലയൻസ് ഇൻഡസ്ട്രി പോലെയുള്ള ആളുകൾ അവരാണ് ഇത്. മുലായം സിംഗ് ഒക്കെ മാറിയത് ഞാൻ മറ്റു കാര്യം കൊണ്ട് പറയല്ല. റിലയൻസ് ഇൻഡസ്ട്രി പോലെയുള്ള ആളുകളായിരിക്കും അതിന്റെ ഏജന്റുമാരായി ഇന്ത്യയിൽ വരിക. 4 ലക്ഷം കോടിയുടെ ബിസിനസ് ചെയ്യാൻ 10 വർഷത്തേക്ക് ചാൻസ് കിട്ടിയാൽ ഒരു മുലായം സിംഗിനോ ഒരു റിലയൻസിനോ ഒട്ടും മോശമല്ല. അതുകൊണ്ട് തീർച്ചയായും ഈ വ്യാപാരത്തിന്റെ കണക്ക് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല. പക്ഷെ പ്രധാനമായും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു വിദേശ രാജ്യത്തെ നിലയത്തെയും അവർ തരുമെന്ന് പറയുന്ന ഇന്ധനത്തെയും ഉറപ്പാക്കി 6% 6% ഊർജ്ജ സുരക്ഷയുണ്ടാവുമെന്ന് എന്തുറപ്പാണുള്ളത്? അമേരിക്കയുടെ കഥ നമുക്കറിയാം. താരാപൂരിൽ നമുക്ക് 45 വർഷം മുമ്പ് നമുക്കൊരു നിലയം തന്നിട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ പൊക്രാനിൽ സ്ഫോടനം നടത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇന്ധനം തരാതിരിക്കുകയും ആ ഇന്ധനം വിൽക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഇറക്കുമതി ചെയ്യുന്ന നിലയങ്ങൾ ഇത് റിയാക്ടറിൽ 2-3 തരമുണ്ട്. അതിൽ ഒരു തരം നമ്മുടെ സാധാരണ പ്രകൃതിദത്തമായ യുറേനിയം ഉപയോഗിക്കുന്ന റിയാക്ടറാണ്. അതിന് ഘനജലം ഉണ്ടാക്കാനുള്ള വിദ്യ നമുക്കറിയാം. ആ വിദ്യ അനുസരിച്ച് നമ്മൾ റിയാക്ടർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അമേരിക്ക തരാൻ പോകുന്ന അതല്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിക്കുന്ന റിയാക്ടറാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇന്ത്യക്ക് അതിന് സാങ്കേതിക വിദ്യയില്ല. ഞാൻ ഏതെങ്കിലും ആണവ ശാസ്ത്രജ്ഞന്മാരെ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അറിയാം, ഇന്ത്യക്ക് എൻറിച്ച്മെന്റ് ടെക്നോളജി ഇല്ല. എൻറിച്ച്മെന്റ് ടെക്നോളജി ഇല്ലാത്തിടത്തോളം അമേരിക്ക തരുന്ന ഇന്ധനം അമേരിക്കാത്ത് നമുക്ക് നിൽക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈഡ് ആക്ടിനെ കുറിച്ചോ മറ്റ് ആക്ടിനെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു സംഭവം മാത്രം പറയാം. 4 ലക്ഷം കോടിക്ക് റിയാക്ടർ വാങ്ങി ഇന്ത്യ വച്ചിട്ട്, നിലയങ്ങൾ വാങ്ങി വെച്ചിട്ട് നാളെ ഇറാന് എതിരായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അമേരിക്ക ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കാരോട് പറയാൻ പോണത്, ഇതാ ഇറാനെതിരായി ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ വരണം. നമ്മൾ വരില്ല എന്ന് പറയും. വരില്ല എന്ന് പറഞ്ഞാൽ ഇന്ധനം തരില്ല എന്ന് പറയും. ഇന്ധനം തരില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന ആളുകൾ പോലും പറയും, ഇറാന്റെ കാര്യം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കറണ്ട് കിട്ടാൻ ഇപ്പൊ ഇറാന് 2 പോയാലും വേണ്ടില്ല, ഇറാന് നമ്മുടെ കറണ്ടല്ലേ 4 ലക്ഷം കോടി രൂപ മുടക്കിയിട്ട് അതിന് ഇന്ധനം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കണ കണ്ടാൽ വലിയ വിഷമാണ്. അതുകൊണ്ട് ഇറാന്റെ കാര്യം എന്തെങ്കിലും ആവട്ടെ, നമ്മുടെ കുറച്ച് സൈനികരെ വിട്ടാലും വേണ്ടില്ല, നമുക്ക് ഇന്ധനം കിട്ടിയാൽ മതി എന്ന് പറയും. ഇവിടുത്തെ പ്രോ അമേരിക്കൻസ് പറയും, നിങ്ങൾക്ക് ഇറാനോടാണോ താല്പര്യം, ഇന്ത്യയോടാണോ താല്പര്യം? നിങ്ങൾക്ക് ഇറാൻ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്കിത് ചെയ്തുകൂടെ? ഇവിടെയാണ് ഇതിന്റെ ക്ലച്ച് കിടക്കുന്നത്. ഇനി ഈ പറയുന്ന കരാറിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു സാങ്കേതിക വിദ്യയും ഇന്ത്യക്ക് തരില്ല എന്ന് കരാറിലുണ്ട്. നമ്മൾ ചോദിക്കാം, 3-4 സാങ്കേതിക വിദ്യകൾ വളരെ പ്രധാനമാണ് ഇന്ത്യക്ക്. അതിലൊന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ എൻറിച്ച്മെന്റ് ആണ്. എൻറിച്ച്മെന്റ് ടെക്നോളജി നമുക്ക് തന്നാൽ എന്താ തരാത്തത്? അതിന് അമേരിക്ക പറയുന്ന ന്യായം, അതുകൊണ്ട് നിങ്ങൾ ബോംബുണ്ടാക്കും എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ബോംബുണ്ടാക്കാൻ ആ ടെക്നോളജി പോരാ, ഞാൻ അതിൽ കിടക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ബോംബുണ്ടാക്കും. അതിനല്ലേ സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ സകലപാന പരിശോധന IAEA പരിശോധന വച്ചിട്ടുള്ളത്? നിങ്ങളുടെ അടുക്കളയിൽ വരെ കയറി പരിശോധിക്കാൻ IAEA എന്ന സ്ഥാപനത്തിന് അവകാശം കൊടുത്തിട്ടുള്ളത്. പിന്നെന്തിനാ? പോരാ. അവിടെയാണ് നിങ്ങൾക്കറിയാം, ആണവ നിർവ്യാപന കരാർ അനുസരിച്ച് സമ്പുഷ്ടീകരണത്തിന് അധികാരമുള്ള രാജ്യമാണ് ഇറാൻ. അവർ പറയുന്നത് ഞങ്ങൾ നിയമം തെറ്റിച്ച് ഒന്നും ചെയ്യുന്നില്ല. മറ്റ് NPT രാജ്യങ്ങൾ, ഇന്ത്യ NPTയിലില്ല, രാജ്യങ്ങൾ ചെയ്യുന്ന സമ്പുഷ്ടീകരണം, ഞങ്ങളുടെ ഇന്ധനത്തിന് ആവശ്യമായ സമ്പുഷ്ടീകരണമാണ് ഞങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പരിശോധിക്കുക. അപ്പൊ അമേരിക്ക പറഞ്ഞത് ഇറാന്റെ കാര്യത്തിൽ വിശ്വസിക്കാനാവില്ല. അപ്പൊ നിയമവും കരാറും പാലിക്കാൻ പോലും ഇറാന്റെ കാര്യത്തിൽ തയ്യാറാവാത്ത അമേരിക്ക ഇന്ത്യയോട് എന്ത് നിലപാടെടുക്കും? എങ്ങനെയാണെങ്കിൽ അമേരിക്ക പറയുന്നത് മുഴുവൻ കേട്ടാൽ
നിങ്ങൾക്ക് ഇന്ധനവും തരും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ തരും. അവർ പറയുന്ന വിലയ്ക്ക്. ഇവിടെയുള്ള ആളുകൾക്ക് ലാഭമുള്ളതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ അത് വാങ്ങിച്ചോളാൻ പറയും. പിന്നെ ഇന്ധനത്തിന് വില കൂടിയാൽ, മറ്റേ ഇലക്ട്രിസിറ്റിക്ക് വില കൂടിയാൽ ആർക്കാ വിരോധം? ഈ നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതാണൊരു കാര്യം. മൂന്നാമത്തെ കാര്യം, നാം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ആണവ സാങ്കേതിക വിദ്യക്ക് എന്ത് സംഭവിക്കും? തകർന്നടിഞ്ഞു പോവും. ഇന്ത്യ പണ്ഡിറ്റ് ഈ മൻമോഹൻ സിംഗോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ കാണുന്ന കോൺഗ്രസ് ഒന്നുമല്ല കോൺഗ്രസ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആണവ നയത്തെക്കുറിച്ച് ആരെങ്കിലും എടുത്തു വായിക്കണം. ആ ആണവ നയം രൂപം നൽകിയ ആളുകളിൽ പ്രധാനി ഹോമി ബാബ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രമുഖനായ സയന്റിസ്റ്റാണ്. വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരാണ്. അന്നവർ തീരുമാനിച്ചത് നമുക്ക് സ്വന്തമായ സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യ ഉയരണം. ചേരിചേരാൻ നയം എന്ന് പറയുന്നത് കേവലം ചേരി ചേരാതെ നിൽക്കുക മാത്രമല്ല, രണ്ട് ചേരിയിലും ചേരാതെ സ്വന്തമായ സാങ്കേതിക വിദ്യ ഉണ്ടാക്കണം. അങ്ങനെയാണ് ഇന്ത്യയുടെ 3 ഘട്ട പരിപാടി, 3 സ്റ്റേജ് പ്രോഗ്രാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ആ 3 സ്റ്റേജ് പരിപാടിയുടെ അന്തസത്ത ഇതാണ്: ഇന്ത്യയിൽ ലഭിക്കുന്ന യുറേനിയം, പ്രകൃതിദത്ത യുറേനിയം, ഇന്ത്യക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഖനജലം ഉപയോഗിച്ച് 1ാം ഘട്ടത്തിൽ ഇപ്പോൾ നാം പ്രവർത്തിപ്പിക്കുന്ന ഏതാണ്ട് 1700 മെഗാവാട്ട് ഉണ്ടാക്കുന്ന ആ നിലയങ്ങൾ പോലെയുള്ള നിലയം ഉണ്ടാവും. അത് മുഴുവൻ നമ്മൾ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത സാങ്കേതിക വിദ്യ മുഴുവൻ ഇന്ത്യക്കുണ്ട്, ആരെയും ആശ്രയിക്കുന്ന. 2ാം ഘട്ടം, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഇന്ധനം, ഉപയോഗിച്ച ഇന്ധനം സംസ്കരിച്ച് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുത്ത് പ്ലൂട്ടോണിയം ഉപയോഗിക്കുന്ന 2ാം ഘട്ടം ഇന്ധന പുനഃസംസ്കരണത്തിലൂടെ. അതിനാണ് ഫാസ്റ്റ് ബ്രീഡർ എന്ന് പറയുക. ആ ഫാസ്റ്റ് ബ്രീഡറിൽ ഒരു പുതപ്പ് പോലെ നമ്മുടെ കൊല്ലത്തുള്ള ചവറയിലുള്ള തോറിയം പുതച്ചാൽ ആ തോറിയം യുറേനിയമായി മാറും. ആ യുറേനിയം വേർതിരിച്ചെടുത്താൽ 3ാം ഘട്ടമായി. അപ്പൊ ഇന്ധനം ഒരിക്കലും നിലയ്ക്കാത്ത തരത്തിൽ എല്ലാ കാലത്തേക്കും ഇന്ധനമുണ്ടാകുന്ന വലിയ ഒരു ശൃംഖല സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കാൻ ഇന്ത്യ കഴിഞ്ഞ 50 വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കുറെ വിജയിച്ചിട്ടുണ്ട്, പൂർണ്ണമായും വിജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ വരുന്ന ഭരണാധികാരികൾക്ക് ഇതിൽ താല്പര്യമില്ല. കഴിഞ്ഞ 4-5 കൊല്ലമായി ഒരാളും ഇന്ത്യയുടെ ആണവ പദ്ധതിക്ക് വേണ്ടി ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. കാരണം എന്താ? നമ്മൾ അമേരിക്കയായിട്ട് കരാറൊപ്പിടാൻ പോകും, പിന്നെന്തിനാ ഇവിടെ ഉണ്ടാക്കണേന്നാ. അങ്ങനെയാണ്. അപ്പൊ ആ തരത്തിൽ ഇതിനെ തകർക്കുന്ന പണി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അത് സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അനന്തമായ ഊർജ്ജ സാധ്യത ഇന്ത്യയിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് തകർക്കും. എന്താ കാര്യം എന്നറിയോ? ഈ കരാർ അനുസരിച്ച് ഇന്ത്യക്ക് ഒരു കാര്യം ഇവർ ചെയ്തു തന്നാൽ മതി: ഇന്ധന പുനഃസംസ്കരണത്തിനുള്ള സാങ്കേതിക വിദ്യ കിട്ടിയാൽ. 1ാമത്തെ ഘട്ടത്തിലെ ഇന്ധനം ഉപയോഗിച്ച് ഇന്ധനമെടുത്ത് പുനഃസംസ്കരിച്ച് 2ാമത്തെ ഘട്ടത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വലിയ സാങ്കേതിക വിദ്യ ആവശ്യമുണ്ട്. കാരണം മനുഷ്യന് ചെയ്യാവുന്ന ഒരു പണിയല്ല, റോബോട്ടിക്സ് കൊണ്ട് ചെയ്യാവുന്ന സാധനമാണ്. വലിയ ഓട്ടോമേഷൻ വേണം. കാരണം എന്താ വെച്ചാൽ മനുഷ്യനൊന്നും അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല, ഹൈലി റേഡിയോ ആക്റ്റീവ് സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് 1ാമത്തെ മാറ്റി 2ാമത്തെ. പക്ഷേ ഇവിടെ അമേരിക്ക ഒരു കാര്യം കൃത്യമായി പറഞ്ഞു: പുനഃസംസ്കരണത്തിനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് തരാനാവില്ല. വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കോ. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ഇനി ഉണ്ടാക്കണമെങ്കിൽ 1, 2, 3 കരാർ അനുസരിച്ചും IIA മാനദണ്ഡം അനുസരിച്ചും ഇനി എന്ത് നിലയങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അതിന്റെ ഡ്രോയിങ് മുതൽ ഇവർ വാങ്ങി അപ്രൂവ് ചെയ്ത് അവരംഗീകരിച്ച് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? നിങ്ങളങ്ങനെ ഇന്ധനം പുനഃസംസ്കരിച്ചാൽ 1ാം ഘട്ടത്തിൽ 2ാം ഘട്ടത്തിലേക്ക് കിട്ടുന്ന പ്ലൂട്ടോണിയത്തിൽ കുറച്ച് നിങ്ങൾ കൊണ്ടുപോയി ബോംബുണ്ടാക്കിയാലോ എന്നാണ്. അതാണ് കാര്യം. സിമ്പിളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുനഃസംസ്കരണം സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഘനജലം ഉണ്ടാക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ നിങ്ങൾക്ക് തരില്ല. നിങ്ങൾ വേണി സ്വന്തം ഉണ്ടാക്കിയോ. ഈ ഇന്ധന പുനഃസംസ്കരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സൗകര്യം ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് 10,000 മുതൽ 20,000 കോടി രൂപ വരെ ചിലവാക്കണം. നിലവിലുള്ള സംവിധാനം അടയ്ക്കണം. ഇതിനൊപ്പുറത്താണ് ഇപ്പോൾ പരിശോധനാ വ്യവസ്ഥകൾക്ക് നാം കീഴ്പ്പെട്ടിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമേ പരിശോധിക്കേണ്ടതുള്ളൂ, പിന്നെന്താ കുഴപ്പം എന്നാണ് നമ്മുടെ ചില വിദ്വാൻമാർ. നമ്മളും വിചാരിക്കണം അങ്ങനെയാ. പക്ഷേ എന്താ പരിശോധന എന്ന് പറഞ്ഞാലേ കാര്യം മനസ്സിലാവൂ. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും നിങ്ങൾ ഇന്ധനമോ വാണസാമഗ്രികളോ ഇതിനുവേണ്ടി വാങ്ങിയാൽ അത് കൊണ്ടുവരുന്നത്, നിങ്ങൾ ആരെങ്കിലും സ്പെഷ്യൽ എക്കണോമിക് സോണുകളെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്? കസ്റ്റംസ് ബൗണ്ട് ഏരിയ ഉണ്ട്. നമ്മളൊരു സാധനം കൊണ്ടുവന്നാൽ, ഒരു പ്രത്യേക കണ്ടെയ്നറിൽ കൊണ്ടുവന്നാൽ കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കണ്ട, നേരെ കൊണ്ടുവന്ന് ബൗണ്ട് ഏരിയയിൽ വെക്കാം. അവിടെ നിന്ന് എടുത്താൽ വീണ്ടും നമ്മുടെ ഏരിയ കൊണ്ടുപോയി തിരിച്ച് അവിടെ തന്നെ വെക്കാം. കാരണം കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കാത്ത ഏരിയ. അതുപോലെ ഇവരുടെ ഏത് നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന എല്ലാ ആണവ സാധനങ്ങളും ഈ മറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോവില്ല എന്ന് ഉറപ്പാക്കുന്നതാണ് പരിശോധന. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവർ തരുന്ന ഒരു സാധനവും
നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അതിന് എത്ര 1000 കോടി രൂപ ചെലവ് വരും ആർക്കറിയാം? അപ്പൊ നമ്മൾ തീരുമാനിക്കും, എന്തിനാ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു സാധനം, അമേരിക്ക എല്ലാം ചെയ്യണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനാ ചെയ്യണേ എന്ന് തീരുമാനിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പ്രശ്നം കേവലമായ ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഇസ്ലാമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ എന്നുള്ളതൊന്നുമല്ല. ഒരു കപടമായ ഒരു വാദം മുമ്പിൽ വച്ച് ഈ രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഈ രാജ്യത്തിന്റെ പരമാധികാരം തകർക്കുകയും അന്തിമമായി ഈ രാജ്യത്തിനെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിയുന്ന തരത്തിൽ നിർണായകമായ ലിവറുകൾ പാനറുകൾ കയ്യിൽ വയ്ക്കുകയും ചെയ്യുന്ന ഭരണമാണ്. എന്റെ അടുത്തൊരു സുഹൃത്ത് ഈ അടുത്ത ദിവസം പറഞ്ഞു, ഒബാമ വന്നാൽ കാര്യം രക്ഷപ്പെടുന്ന. ഒബാമ വന്നാൽ രക്ഷപ്പെടും. ബുഷത്തിന്റെ അത്ര ദുഷ്ടനല്ലല്ലോ. സത്യത്തിൽ ആ സുഹൃത്തുക്കൾ വായിക്കേണ്ടതാണ്. ഞാൻ ഈ അടുത്ത ദിവസമാണ് ഒബാമ ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കളക്ട് ചെയ്തു, ഒരു പത്രം കളക്ട് ചെയ്ത് തന്നു. നല്ല രസമാണ്. നമ്മൾ പത്രങ്ങൾ എഴുതാത്തൊരു കാര്യം, ഈ ഹൈഡ് നിയമം ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കൾ ഹൈഡ് നിയമം നമുക്ക് ബാധകമല്ല. ശരിയാ, നമുക്ക് ബാധകമല്ല ഹൈഡ് നിയമം. ശരിയാ, അമേരിക്കയുടെ നിയമം എങ്ങനെ നമുക്ക് ബാധകമാവുക? പക്ഷെ നമ്മൾ ബാധിക്കപ്പെടാന്നറിയും. അവിടെയാണ് പ്രശ്നം. ആദ്യം പറഞ്ഞതുപോലെ 4 ലക്ഷം കോടി രൂപയുടെ 30,000 മെഗാവാട്ട് റിയാക്ടർ നിങ്ങൾ വാങ്ങി അതിന് ഇന്ധനം കിട്ടേണ്ടി വരുമ്പോൾ അമേരിക്ക തരണമെങ്കിൽ അവൻ ഹൈഡ് നിയമം നോക്കിയിട്ട് ഇന്ധനം തരൂ. അവൻ പറയും, നിങ്ങൾ ഇറാനെ ആക്രമിക്കാൻ കൂടെ നിന്നില്ല, അതുകൊണ്ട് ഇന്ധനം തരാൻ പറ്റില്ല എന്ന് അമേരിക്ക പറഞ്ഞാൽ, അയ്യോ നിങ്ങൾക്ക് ഹൈഡ് നിയമം. ഇപ്പൊ എന്താണ്? മുലായം സിംഗ് യാദവ് കരാറിനെ മുഴുവൻ പിന്താങ്ങിയാൽ ഇപ്പൊ പറയുന്നു ഹൈഡ് നിയമം മാറ്റണം. നമ്മളോടാണ് പറയണ്ടേ? ഹൈഡ് നിയമം മാറ്റണമെന്ന് കാശ് മേടിച്ച് വോട്ട് ചെയ്ത് കഴിയുമ്പോൾ മുമ്പല്ലേ പറയണ്ടേ? കാശ് മേടിച്ച് വോട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹൈഡ് നിയമം മാറ്റണം ഇയാൾ നമ്മളല്ലല്ലോ ഹൈഡ് നിയമം ഉണ്ടാക്കിയത്. കാരണം ഹൈഡ് നിയമം അനുസരിച്ച് അമേരിക്ക പ്രവർത്തിച്ചാൽ മതി, നമ്മൾ പ്രവർത്തിക്കണ്ട. അമേരിക്ക പ്രവർത്തിച്ചാൽ നമുക്ക് പണിയാവും. അപ്പൊ ഇവര് പറഞ്ഞത്, അവസാനം മൻമോഹൻ സിംഗ് പറഞ്ഞു, ഈ അമേരിക്ക തന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ധനം കിട്ടും, അതിനാണ് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പുമായി ഞങ്ങൾ ഒപ്പിടുന്നത്. അവിടെയാണ് ഒബാമ പ്രസക്തനാവുന്നത്. ഒബാമയാണല്ലോ ഇപ്പൊ അമേരിക്കയിൽ ജയിക്കാൻ സാധ്യതയുള്ളത്. നമുക്കും ചെറിയൊരാഗ്രഹം ഒബാമ ജയിക്കണം എന്നാണ്. എന്റെ ആഗ്രഹം അതാണ്. എന്തെങ്കിലും ആവട്ടെ, താരതമ്യേന. പക്ഷേ ഒബാമ ജയിച്ചാൽ ഒബാമ വളരെ കൃത്യമായ ഒരു കാര്യം ചെയ്തു. ഈ ഹൈഡ് നിയമം ഉണ്ടാക്കിയപ്പോ അദ്ദേഹം എഴുതി കൊടുത്ത 2 വകുപ്പുകൾ ഹൈഡ് നിയമത്തിലുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ 2 വകുപ്പുണ്ട്. ആ 2 വകുപ്പ് എന്താണെന്ന് വായിച്ചാൽ ഇപ്പൊ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ വകുപ്പ് ഇന്ത്യയുടെ ഇന്ധന സ്റ്റോറേജിന്റെ പരിമിതി എത്രയായിരിക്കണം എന്നുള്ളതാണ്. റീസണബിൾ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇന്ത്യ ഒരുപാട് ഇന്ധനം ശേഖരിച്ചു വെച്ചിട്ട് അമേരിക്കയോട് പോയി പണി നോക്കിക്കോ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഇന്ത്യയുടെ ഇന്ധന ശേഖരം ഇറക്കുമതി ചെയ്യുന്നത് മാത്രമല്ല, ഇന്ത്യ ഉണ്ടാക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് ഖനനം ചെയ്യുന്നത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നത്, പ്രോസസ് ചെയ്യുന്നത് എല്ലാം ചേർത്ത് ഓരോ വർഷവും നമ്മളൊരു കണക്ക് കൊടുക്കണം. ഞങ്ങളിൽ ഇത്ര ടൺ യുറേനിയം ഉണ്ട് ചേട്ടാ, കാണിച്ചു കൊടുക്കണം. എല്ലാം റെഡിയാക്കി കൊടുത്താൽ വളരെ സന്തോഷം. അത് അമേരിക്കൻ പ്രസിഡന്റ് കോൺഗ്രസിന് കൊടുക്കും, കോൺഗ്രസ് സന്തോഷം. അത് നോക്കുമ്പോ ലിമിറ്റിൽ ലേശം കൂടുതലല്ലേ എന്ന് കോൺഗ്രസിന് തോന്നിയാലോ അടുത്ത തവണ കൊടുക്കേണ്ട, അത് തീരട്ടെ എന്നിട്ട് തരാന്ന് പറയും. എങ്ങനെയാ കോൺഗ്രസിന് തീരുമാനിക്കാം. അപ്പോ ഹൈഡാക്സിൽ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്നത്. ഒബാമ കൊണ്ടുവന്ന വകുപ്പ് അതാണ്. എന്താണെന്നറിയോ? ഇത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ അത് നിയന്ത്രിക്കാൻ കഴിയണം. രണ്ടാമത്തെ ഒബാമയുടെ വകുപ്പാണ് അതിലും രസം. രണ്ടാമത്തെ ഭേദഗതി, അമേരിക്ക ഏതെങ്കിലും കാരണവശാൽ 120 കരാറിൽ റദ്ദാക്കിയാൽ മറ്റ് ആണവ ഇന്ധന രാജ്യങ്ങൾ ഒന്നും തന്നെ ഇന്ത്യക്ക് ഇന്ധനം കൊടുക്കില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉറപ്പാക്കണം. ആണ് പ്രശ്നം. പിന്നെ ഫ്രാൻസിന്റെ നിന്ന് മേടിക്കാം, റഷ്യയുടെ നിന്ന് മേടിക്കാം, നടക്കൂല. ഇനി അങ്ങനെയാണ് ഏതെങ്കിലും സുഹൃത്തുക്കൾ പറയുന്നതെങ്കിൽ വളരെ സിമ്പിൾ ആയൊരു യുക്തിയുണ്ട്. ഇന്ത്യ ഇപ്പോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയായിട്ട് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രാൻസുമായിട്ട് കരാറുണ്ടാക്കാം, നമുക്ക് റഷ്യയായിട്ട് കരാറുണ്ടാക്കാം, നമുക്ക് അവരിൽ നിന്ന് ഇന്ധനം മേടിച്ചാൽ. എന്തിനാണ് ഈ 1, 2, 3 എന്ന് പറഞ്ഞ കരാർ അമേരിക്കയായിട്ട് ഉണ്ടാക്കണേ? പ്രശ്നം എന്താ? അമേരിക്കയുമായി കരാർ ഉണ്ടാക്കാതെ മറ്റൊരു രാജ്യവും കരാറിൽ ഒപ്പിടില്ല എന്നതുകൊണ്ടാണ്. ഒന്ന്. അപ്പോഴോ എന്താർത്ഥം? അമേരിക്കയുമായി കരാർ റദ്ദായാൽ മറ്റെല്ലാ രാജ്യങ്ങളുടെയും കരാർ റദ്ദാവുന്നു എന്നാണ്. കൊടുക്കാൻ സമ്മതിക്കില്ല. അത് അവരുടെ രാജ്യത്തിന്റെ നിയമമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു രാജ്യത്ത് നിന്നും ഇന്ധനം കിട്ടാൻ ഒരു സ്വതന്ത്ര നിലപാടെടുത്താൽ ഇന്ത്യക്ക് കഴിയാത്ത അവസ്ഥ വരുന്ന തരത്തിൽ ഒരു ചതുരംഗത്തിൽ ഏതാണ്ട് ചെക്കുമേറ്റായ അടിയറവായ ഒരു രാജാവിന്റെ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ
പ്രധാനമന്ത്രി നിൽക്കുന്നത് എന്നതാണ് പ്രശ്നം. നമ്മുടെ രാജ്യം, പ്രധാനമന്ത്രി നാളെ പോവാം, പക്ഷെ രാജ്യം അവിടെ നിൽക്കുന്നത്, അതാണ് പ്രശ്നം. ഇങ്ങനൊരു കുഴപ്പത്തിലേക്ക്, എല്ലാ സ്ഥലത്തും നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്ത കുഴപ്പത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വികസന നയം നമ്മുടെ രാജ്യത്തിന് ആവശ്യമുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഞാൻ സാങ്കേതിക കാര്യം മാത്രമാണ് പറയുന്നത്, രാഷ്ട്രീയമായി ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. സാങ്കേതികമായി ഇന്ത്യക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഇന്ത്യയുടെ സ്വന്തം സാങ്കേതിക വികസിപ്പിക്കുമോ? ഇല്ല, അത് അവസാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ശാസ്ത്രജ്ഞന്മാരിൽ വലിയൊരു പങ്കും എതിർക്കുന്നത്. എന്താ കാര്യം? ശാസ്ത്രജ്ഞന്മാർ ഇപ്പോ ചില ശാസ്ത്രജ്ഞന്മാർ അനുകൂലിച്ചു. നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഏത് ശാസ്ത്രജ്ഞന്മാരായി കരാറിനെ അനുകൂലിച്ചെന്നറിയോ? ഒന്ന്, സർക്കാർ സർവീസിലിരിക്കുന്നവർ. അനിൽ കക്കോദ്കറെ പോലെ ആറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ. അയാൾ അനുകൂലിച്ചില്ലെങ്കിൽ എന്താ പറ്റാന്നറിയാലോ? നാളെ രാവിലെ അയാളുടെ പണി പോകും. അയാൾ റിട്ടയർ ചെയ്താൽ അയാളും പറയുന്നതിന് എതിരായിട്ട്. റിട്ടയർ ചെയ്ത മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും, ഡോക്ടർ പി കെ അയ്യങ്കാരും ഡോക്ടർ ഗോപാലകൃഷ്ണനും എച്ച്.എൻ. സേത്തനയും എം.ആർ. ശ്രീനിവാസനും അടക്കം മുഴുവൻ ആളുകളെതിരാ. പിന്നെ നമ്മുടെ മുലായം സിംഗ് യാദവിനെ ഉപദേശിച്ച അബ്ദുൽ കലാം എതിരല്ല എന്നൊരു വാദമുണ്ട്. സത്യത്തിൽ സഖാവ് വി.എസ്. പറഞ്ഞത് ശരി തന്നെയാണ്. അബ്ദുൽ കലാം ഒരു ആണവ ശാസ്ത്രജ്ഞനെയല്ല, അയാൾ ശാസ്ത്രജ്ഞനെയല്ല, അയാൾ റോക്കറ്റ്, അതായത് ബഹിരാകാശ എഞ്ചിനീയറാണ്, ബഹിരാകാശ സ്പേസ് എഞ്ചിനീയറാണ്, ശാസ്ത്രജ്ഞനെന്ന് പറയരുത്. നേരെ മറിച്ച് ഡോക്ടർ പി കെ അയ്യങ്കാർ ശാസ്ത്രജ്ഞനാണ്. ഡോക്ടർ പി കെ അയ്യങ്കാർ ഇന്ത്യയിൽ ന്യൂക്ലിയർ ഫിസിക്സ് ഡോക്ടറേറ്റ് ഉള്ള, അല്ലെങ്കിൽ എച്ച്.എൻ. സേതന ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് ഉള്ള, ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ ഞാനടക്കം 10,000 പേരെ പരിശീലിപ്പിച്ചിട്ടുള്ള ആളാണ് സേത്രയും അയ്യങ്കാരും ഗോപാലകൃഷ്ണനും പോലെയുള്ള ആളുകൾ. അവരെന്തുകൊണ്ടാണ് പറയുന്നത്? അവർക്കറിയാം ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഉള്ളിൽ പിടയ്ക്കുകയാണ്. കാരണം അവർക്കൊരു പണിയില്ല, ഒരു പണിയില്ല, ഒരു റിസർച്ചും ഇല്ല, ഒരു ഡെവലപ്മെന്റും ഇല്ല. കാരണം ഇത് സാധനം വരിക, മേടിക്കുക, കൊടുക്കുക, വിൽക്കുക, അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ മാറ്റുക. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുന്നത്, തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ ഏറ്റവും ഞാൻ കാണുന്നത് ഈ കരാർ, അതുപോലെ ഒരു കാര്യം വിട്ടുപോയതാണ്. എന്താ വെച്ചാൽ ഈ കരാർ റദ്ദാവുന്ന സംബന്ധിച്ച അത് പറയാതെ വിട്ടുകൂടാ. ഈ കരാർ റദ്ദാവാം. എപ്പോഴാ കരാർ റദ്ദാക്കുക? ചിലർ പറഞ്ഞു നമുക്ക് രണ്ടുപേർക്ക് റദ്ദാക്കാം, അല്ലേ? ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ സ്വാതന്ത്ര്യമുണ്ട്. 1, 2, 3 കരാർ വായിച്ചാൽ അറിയാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രാദേശിക രാജ്യങ്ങളുടെ നിയമം അനുസരിച്ചാണ് കരാർ പ്രവർത്തിക്കുക. അവർക്ക് ഹൈഡ് നിയമമുണ്ട്, നമുക്കില്ല, പോട്ടെ. ഹൈഡ് നിയമം അനുസരിച്ചാണ് കരാർ പ്രവർത്തിക്കുക. രണ്ടുപേർക്കും ഈക്വലായി റദ്ദാക്കാന്ന് പറഞ്ഞാൽ അതിന്റെ തമാശ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യക്ക് എന്തിനാ റദ്ദാക്കേണ്ട കരാറ്? കാരണം അവന്റെ നിലയം മേടിച്ച് നമ്മൾ വെച്ചേക്കുക. അവൻ ഇന്ധനം തന്നാലേ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. നമ്മുടെ ഒരു സാധനം അവന് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോ ഇന്ത്യ കരാർ റദ്ദാക്കോ? അപ്പൊ ഏകപക്ഷീയമായി കരാർ റദ്ദാക്കാമെന്ന് വന്നാൽ ആർക്കാതിന്റെ ദോഷം? മാത്രമല്ല, എല്ലാ അന്താരാഷ്ട്ര കരാറുകളിലും വെക്കുന്ന ഒരു ന്യായമുണ്ട്. 2 വ്യക്തികൾ തമ്മിൽ കരാർ വെച്ചാൽ, 2 കമ്പനികൾ കരാർ വെച്ചാൽ ഒരു ആർബിട്രേഷൻ അതോറിറ്റി ഉണ്ടാവും, ഒരു ആർബിട്രേറ്റർ വേണം. ഈ 2 പേർ തമ്മിൽ ചർച്ച ചെയ്ത് കരാർ തീരില്ല ഇതിലെ. പക്ഷേ ഈ കരാർ എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ ആരും വേണ്ടി വായിച്ചു നോക്കുക. 1, 2, 3 കരാറിൽ ഒരു പാർട്ടിക്ക് തർക്കം വന്നാൽ നോട്ടീസ് കൊടുക്കുക, എന്നിട്ടോ ചർച്ച ചെയ്യുക, പിന്നെയോ വീണ്ടും ചർച്ച ചെയ്യുക, പിന്നെയോ കരാറിന്ന് പിൻവാങ്ങുക. അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നമ്മളോട് ഇഷ്ടമില്ല. നാളെ രാവിലെ മൻമോഹൻ സിംഗിനോട് പറയുന്നു, രാവിലെ വീട്ടിൽ വരുമെന്ന് പറയുന്നു. മൻമോഹൻ സിംഗ് അവിടെ ചെല്ലുന്നു, ചർച്ച ചെയ്യുന്നു. രക്ഷയില്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. രണ്ടാമത് മൻമോഹൻ സിംഗിനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ബുഷിന്റെ ആളുകൾ ഇവിടെ വരുന്നു, ചർച്ച ചെയ്യുന്നു. 2 തവണ ചർച്ച ഫെയിലായി. അമേരിക്ക എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. മാത്രമല്ല, കരാറിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് നോട്ടീസ് കൊടുക്കുന്ന നിമിഷം മുതൽ കരാർ സസ്പെൻഷനിലാണ്. എന്ന് പറഞ്ഞാൽ കരാർ അവസാനിച്ചു എന്നർത്ഥം. ഇവിടെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ആർബിട്രേഷൻ ഇല്ലാത്ത ഒരു കരാർ ഈ രാജ്യത്ത് 2 രാജ്യങ്ങൾ തമ്മിൽ വെക്കാൻ പാടില്ല. ഇന്ത്യയും അമേരിക്കയും അല്ലാത്ത 3. ഇവിടെയാണ് ഇപ്പൊ എല്ലാവരും ചോദിച്ചില്ലേ, ചൈന ഒപ്പിട്ടല്ലോ, ജപ്പാൻ ഒപ്പിട്ടല്ലോ, കൊറിയ ഒപ്പിട്ടല്ലോ. ഒപ്പിട്ടു. ചൈനയും കൊറിയയും ജപ്പാനും ഒപ്പിട്ട കരാർ ഇന്ത്യ ഒപ്പിട്ട കരാറല്ല. പേര് 1, 2, 3 എന്നാണെങ്കിലും. ജപ്പാൻ 2 വർഷം ഈ കരാർ വൈകിച്ചത് ആർബിട്രേഷൻ ഒറ്റ ക്ലോസിന് വേണ്ടിയാണ്. സമ്മതിച്ചില്ല അവര്. അമേരിക്കയും നമ്മൾ നോക്കുമ്പോ അമേരിക്കയും ജപ്പാനും വളരെ അടുപ്പമുള്ള 2 രാജ്യങ്ങളാണ്. എന്നിട്ട് പോലും ജപ്പാൻ പറഞ്ഞു, കരാറിൽ നിന്ന് ആർക്കെങ്കിലും പിൻവാങ്ങണമെങ്കിൽ ആർബിട്രേറ്റർ നിശ്ചയിക്കണം. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കും അല്ലെങ്കിൽ ജപ്പാനും അമേരിക്കയ്ക്കും സ്വീകാര്യമായ മൂന്നാമതൊരാൾ. അത് UN ആവാം, IAEA ആവാം, ആര് വേണേയാവാം. അപ്പൊ പക്ഷെ ഇവിടെ അതുപോലുമില്ല. അമേരിക്കയ്ക്ക് തീരുമാനിക്കാം. ഇപ്പൊ ചിലർ പറഞ്ഞു ഇന്ത്യക്കും തീരുമാനിക്കാം. ഇന്ത്യക്ക് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? ഇന്ത്യ കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ ഇന്ത്യ ആർക്കാ നഷ്ടം? നമ്മൾ സിനിമ കാണാൻ കാശ് കൊടുത്ത് കയറിയിട്ട് സിനിമ കാണാണ്ട് ഇറങ്ങിപ്പോകുന്ന സിനിമക്കാരെ പറ്റിച്ചു എന്ന് പറഞ്ഞ മാതിരിയാ, അല്ലേ?
സിനിമക്കാരെ പറ്റി ഞാൻ കണ്ടില്ല എന്ന്. അല്ല, കണ്ടിട്ടും ചില ഗുണങ്ങളുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷേ എന്ന് പറയുന്ന പോലെ അമേരിക്കയിൽ നിന്ന് ഇന്ധനമൊക്കെ നിലയൊക്കെ വാങ്ങിവെച്ച് അമേരിക്കക്കാരെ പറ്റിച്ചു, ഞാൻ ഇന്ധനം വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാലോ അവനൊരു കുഴപ്പമില്ല. 4 ലക്ഷം കോടി രൂപയുടെ കച്ചവടം 10 വർഷം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു, പിന്നൊന്നും ചെയ്യാനില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പ്രശ്നം കേവലം ഇത് കക്ഷി രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ ജാതിയുടെയോ ഒന്നുമല്ല. ഇതുകൊണ്ടൊരു ഊർജ്ജ സുരക്ഷയും ഇന്ത്യക്ക് ഉണ്ടാവുന്നില്ല. അങ്ങനെ ഊർജ്ജമുണ്ടായാൽ നമുക്ക് താങ്ങാനാവില്ല. അത് അങ്ങനെ മാത്രമല്ല, അതിന്റെ പേരിൽ നമ്മളെ പല രീതിയിൽ നിയന്ത്രിക്കും. എന്നെ ഇതിന് ക്ഷണിച്ച ജമാഅത്തെ ഇസ്ലാമിക്കും എന്നെ ശ്രവിച്ച നിങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആണവ കരാറിന്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ആണവ കരാർ മുന്നോട്ട് വെക്കുന്ന അപകടകരമായ ചില രാജ്യവുമായി ബന്ധപ്പെട്ട അപകടകരമായ പ്രശ്നങ്ങളും പല പ്രഭാഷണങ്ങളിലൂടെയായി നമ്മുടെ മുമ്പിൽ വന്നുകഴിഞ്ഞു. ശ്രീ CR നിർത്തിയിടത്ത് നിന്ന് ആരംഭിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ ആണവ കരാർ എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ താല്പര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ മൗലികമായ ഒരു പ്രശ്നമാണ്. ആ ഒരു സ്വഭാവത്തോടുകൂടി ആണവ കരാറും അത് രാജ്യത്തിന് വരുത്തിവെക്കുന്ന അപകടങ്ങളെക്കുറിച്ചും നാം വിശകലനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് ആമുഖമായി ഞാൻ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ ഹൽക്ക അമീറിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിൽ ആണവ കരാർ ഒപ്പുവെച്ചതിന് ശേഷം അല്ലെങ്കിൽ അതുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതിന് ശേഷം രാജ്യത്തിന് നൽകേണ്ടി വന്ന വിലയെക്കുറിച്ച്, സംഭവിച്ച നഷ്ടങ്ങളെക്കുറിച്ച് കുറഞ്ഞ കാലയളവിന് മുഖവിലക്കെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അഥവാ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടത്തിന് കാരണമായ കരാറിലാണ് നമ്മുടെ ഭരണകൂടം ഒപ്പുവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത തലമുറക്ക് പോലും തിരുത്താൻ കഴിയാത്ത പുതിയ തലമുറയെ വരെ അവരുടെ അനുവാദമില്ലാതെ കുരുതി കൊടുത്ത ഒരു കരാറാണ് ആണവ കരാർ എന്ന കാര്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ 2008 ജൂലൈ 22 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ വളരെ സുപ്രധാനമായ നിർണായകമായ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ചരിത്രത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളുടെ കൂട്ടത്തിൽ എഴുതി ചേർക്കേണ്ടുന്ന ഡേറ്റാണ് യഥാർത്ഥത്തിൽ 2008 ജൂലൈ 22 എന്ന് പറയുന്നത്. ആ 2 ദിവസം നടന്ന പാർലമെന്റിനകത്ത് നടന്ന ചർച്ചകളും ചർച്ചയുടെ തുടർച്ചയായി നടന്ന ഒരുപാട് കോപ്രായങ്ങളും ഒരുപക്ഷെ മാലോകരെല്ലാവരും അവരുടേതായ നേർക്കണ്ണുകൾ കൊണ്ട് കാണുകയായിരുന്നു എന്ന കാര്യം കൂടി വിസ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തത്. എന്റെ സുഹൃത്തുക്കൾ ആ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരാളും ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് 2 ദിവസത്തെ ചർച്ചയ്ക്കിടയിൽ നിരവധി ആളുകൾ സംസാരിച്ചുവെങ്കിലും ഒരു വലിയ വിഭാഗം ആളുകൾ ആണവ കരാർ എന്തെന്ന് ചർച്ച ചെയ്യുവാൻ, അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്ന് ചർച്ച ചെയ്യുവാൻ, ഹൈഡാക്ടുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ IAEAയുമായി ബന്ധപ്പെട്ട് നാം ഒപ്പുവെക്കുന്ന സേഫ് ഗാർഡുമായി ആണവ സുരക്ഷാ നിബന്ധന കരാറുമായി ബന്ധപ്പെട്ട അത് സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സ്വഭാവത്തിലല്ല നമ്മുടെ പാർലമെന്റ് വിശ്വാസപ്രമേയ ചർച്ച നടന്നത്. മറിച്ച് പരസ്പരമുള്ള രാഷ്ട്രീയ പകപോക്കലുകളുടെ അതുപോലെ തന്നെ ഉപരിപ്ലവകരമായ വിശകലന രീതികളുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് പാർലമെന്റിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ മഞ്ചേരി പട്ടണത്തിൽ ഉൾപ്പെടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആണവ കരാറുമായി ബന്ധപ്പെട്ട് അവരുടെ സമുന്നതരായ നേതാക്കന്മാരെ വെച്ച് വിശദീകരണ സമ്മേളനം നടത്തി കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോ അങ്ങ് കോഴിക്കോട് നടക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുവാനുള്ളത്, ഈ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അണിനിരന്നിരിക്കുന്ന പ്രവർത്തകരുൾപ്പെടെ മുഖവിലക്കെടുക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു പൊതുയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ ഏർപ്പെട്ടിരിക്കുന്ന 1, 2, 3 കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആ കരാറിൽ ഏർപ്പെടുന്നതോടുകൂടി ബാധകമാകുന്ന ഹൈഡാക്ടുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് വരുന്ന സേഫ് ഗാർഡുമായി ബന്ധപ്പെട്ട്
സത്യസന്ധമായി ജനങ്ങളോട് വിശദീകരിച്ചതിന് ശേഷം ഇത് രാജ്യ താൽപര്യത്തിന് അനുഗുണമാണ് എന്ന് ആർജവത്തോടുകൂടി പറയുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അവർക്ക് കഴിയില്ല. കാരണം കരടുകളും വസ്തുതകളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പണയപ്പെടുത്തുന്നതാണ്. അങ്ങനെ അത്തരം ചില ഒളിച്ചുകടത്തലുകൾ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ 4.5 കൊല്ലത്തോളം അല്ലെങ്കിൽ 4 കൊല്ലത്തിലധികം തങ്ങളെ നിരുപാധികം അല്ലെങ്കിൽ തങ്ങളെ ഒന്നും പ്രതീക്ഷിക്കാതെ പിന്തുണച്ച ഇടതുപക്ഷത്തിന്റെ പിന്തുണ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്തിനാണ് അമർ സിംഗ് അംബാനി അമേരിക്ക കൂട്ടുകെട്ടിലേക്ക് UPA സർക്കാരിനെ ശ്രീ മൻമോഹൻ സിംഗ് കൊണ്ടെത്തിച്ചത് എന്ന മൗലികമായ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണ 22-ന് വൈകുന്നേരത്തെ വോട്ടെടുപ്പിൽ ശ്രീ മൻമോഹൻ സിംഗിന് ലഭിച്ചു. ആ ലഭിച്ച പിന്തുണ എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന പത്രഗോളങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം നേരിടുന്ന ഇന്ത്യയിൽ, ഭക്ഷ്യക്കമ്മി നേരിടുന്ന ഇന്ത്യയിൽ, നിരവധി പ്രതിസന്ധികളെ നേരിടുന്ന ഇന്ത്യയിൽ, നാണയപ്പെരുപ്പം വർദ്ധിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില കൂടിയ ഒരായുധമായി രാജ്യത്തെ ജനപ്രതിനിധികൾ മാറിയ ദാരുണമായ സംഭവവും ഈ സന്ദർഭത്തിലാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ തങ്ങളുടെ ഇംഗിതത്തെ പ്രതിനിധീകരിക്കുന്നതിനു വേണ്ടി പാർലമെന്റിലേക്ക് അയച്ച നമ്മുടെ ജനപ്രതിനിധികൾ തങ്ങൾ പ്രതിനിധീകരിക്കേണ്ടുന്ന ജനവിഭാഗത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സ്വയം നിർണയാവകാശത്തെയും അമേരിക്കൻ ഡോളറിന് മുമ്പിൽ പണയപ്പെടുത്തിയ ദാരുണമായ കാഴ്ചയാണ് നാം പാർലമെന്റ് മന്ദിരത്തിനകത്ത് കാണാൻ നമുക്ക് സാധിച്ചത്. ഒരുപക്ഷെ കോടികൾ വാരിയെറിയുന്ന കാഴ്ച ഇന്ത്യൻ പാർലമെന്റിന് തന്നെ അപമാനകരമാണ്. അതുകൊണ്ടാണ് നാം പറയുന്നത് 2008 ജൂലൈ 22-ന് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ 100 കോടി ജനവിഭാഗം പരാജയപ്പെടുകയും അമേരിക്കൻ സാമ്രാജ്യത്വം വിജയിക്കുകയും ചെയ്ത സുദിനമാണ്. അതുപോലെ തന്നെ 2008 ജൂലൈ 22 ഇന്ത്യൻ ജനത പരാജയപ്പെട്ടതുപോലെ തന്നെ ഒരുപക്ഷെ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മൻമോഹൻ സിംഗ് വിജയിച്ചതോടുകൂടി വിജയിച്ചത് ശ്രീ ജോർജ് W. ബുഷ് ആയിരുന്നു എന്ന കാര്യവും നാം അനുസ്മരിക്കേണ്ടതുണ്ട്. അങ്ങനെ നീണ്ട പതിറ്റാണ്ടുകളോളം സ്വാതന്ത്ര്യാനന്തര ഭാരതം അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനു മധ്യേ സ്വാതന്ത്ര്യവും സ്വയം നിർണയ അവകാശവും പരിപൂർണമായ അർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീയിൽ കാഴ്ചവെച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒരു കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യസ്നേഹത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കരാറിനെ വായിക്കുകയുണ്ടായി. രാജ്യസ്നേഹമുള്ളവർ കരാറിനെ പിന്തുണക്കണം. ഈ ഭാഷ ജോർജ് W. ബുഷിന്റെ ഭാഷയാണ്. ഇറാഖ് അധിനിവേശ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ഭീകരരോടൊപ്പം അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം, മൂന്നാമതൊരു ചോയ്സ് ലോകത്തുള്ള ജനവിഭാഗത്തിനില്ല. അതേ പ്രവണതയാണ് ശ്രീ മൻമോഹൻ സിംഗ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചത്. രാജ്യസ്നേഹമുള്ള ആളുകൾ ആണവ കരാറിനെ പിന്തുണക്കണം. ആണവ കരാറിനെ പിന്തുണക്കാത്തവർ രാജ്യസ്നേഹമില്ലാത്തവരാണ്. ഇത് പറയുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്, ഈ രാജ്യത്തിന്റെ സെക്യുലറിസത്തിന്, ഈ രാജ്യത്തിന്റെ ഡെമോക്രസിക്ക് ഏൽപ്പിച്ച ശക്തമായ ആഘാതം ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാതെ അവരെ വിശകലനം ചെയ്യുന്നത് ശരിയാവുകയില്ല. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും ഡെമോക്രസിക്കും ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഘട്ടത്തിൽ ശക്തമായ ആഘാതമേൽപ്പിച്ചവരാണ് രാജ്യത്ത് നമ്മോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 1975 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അടിയന്തരാവസ്ഥയിലൂടെ തടവറയിലിട്ടവരാണ് നമ്മോട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. 1992 ഡിസംബർ 6-ന് ഇന്ത്യ രാജ്യത്തിലെ ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തട്ടിത്തകർത്തവരാണ് ഈ രാജ്യത്ത് മതേതരത്വത്തെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും നമ്മോട് ഗിരിപ്രഭാഷണം നടത്തുന്നത്. ഏറ്റവും അവസാനം രാജ്യത്ത് വിൽക്കാനൊന്നും ബാക്കിയില്ലാത്ത ഇന്ത്യയിൽ, പൂർണ്ണമായ അർത്ഥത്തിൽ ആഗോളവൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ അവശേഷിക്കുന്ന രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വയം നിർണയ അവകാശവും വരെ മിസ്റ്റർ ജോർജ് W. ബുഷിന്റെ കാൽക്കീയിൽ കാഴ്ചവെച്ച പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ ജനവിഭാഗത്തോട് രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ജൂലൈ 8-നകം ആണവ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിശദീകരണം ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഈ കാലഘട്ടം വരെ അവരെ പിന്തുണച്ച ഇടതുപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജൂലൈ 10-ന് ഏകോപന സമിതി യോഗം ചേരുമ്പോൾ നമുക്ക് കൂടിയാലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്.
ഇങ്ങനെ ഉത്തരവാദിത്വത്തോടുകൂടി സംസാരിച്ച ഒരു പ്രധാനമന്ത്രി ജപ്പാനിലേക്ക് G8 ഉച്ചകോടിക്ക് വേണ്ടി ഫ്ലൈറ്റ് കയറി ഭൂമിയിൽ നിന്ന് ഫ്ലൈറ്റ് ആകാശത്തേക്ക് പൊങ്ങിയപ്പോൾ 100 കോടി ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞു, ആരെതിർത്താലും ആണവ കരാറുമായി മുന്നോട്ടു പോകും എന്ന്. അപ്പോൾ ആരോടാണ് മൻമോഹൻ സിംഗിന് താല്പര്യം എന്ന് ഇവിടെ വെളിപ്പെടുകയാണ്. രാജ്യത്ത് ഇതിനുവേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഉന്നതാധികാര ഏകോപന സമിതിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി ഈ G8 ഉച്ചകോടിക്ക് മുമ്പ് തന്നെ ആണവ കരാറുമായി മുന്നോട്ടു പോകും എന്ന് ഘടകകക്ഷികളോട് ആലോചിക്കാതെ പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം നാം ഇവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ധൃതി കാണിക്കേണ്ടതില്ല എന്ന ജനാധിപത്യ സമൂഹത്തിൽ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ബുഷ് ഇറങ്ങുന്നതിന് മുമ്പ്, മൻമോഹൻ സിംഗ് ഇറങ്ങുന്നതിന് മുമ്പ് ഇത് ഒപ്പുവെച്ചാലേ രാജ്യത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കൂ എന്ന കണക്കുകൂട്ടലിന്റെ പിന്നിലുള്ള അജണ്ട എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അഥവാ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ചേരിചേര നയത്തെ പണയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു, ആണവ കരാറല്ല പ്രധാനം, അതിനപ്പുറം ഉഭയകക്ഷി ബന്ധമാണ് പ്രധാനം, അമേരിക്കയുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ബന്ധമാണ് പ്രധാനം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ചേരിചേരാ നയം തകർത്തെറിഞ്ഞതിൽ ശ്രീ നരസിംഹറാവു മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ സുപ്രധാനമായ പങ്കാണ് നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോൾ നാം ഇസ്രായേലുമായി ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു ഘട്ടത്തിൽ ഡൽഹിയിൽ ചെന്നാൽ വിവിധ രാജ്യങ്ങളുടെ എംബസികൾ നിങ്ങൾക്ക് കാണാമായിരുന്നു. പക്ഷേ ആ വിവിധ എംബസികൾക്കിടയിൽ ഇസ്രായേലിന് എംബസി ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇസ്രായേലിന് എംബസി മാത്രമല്ല, ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുടെ കഴുകക്കണ്ണിന് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപാടുകൾ അതിഭീകരമാണ്. ഇസ്രായേൽ കഴിഞ്ഞ 2002-2006 വർഷത്തിനിടയ്ക്ക് നടത്തിയ ആയുധ ഇടപാടിൽ ഏറ്റവും വലിയ തുകക്ക് ആയുധ ഇടപാട് നടത്തിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ രാജ്യമാണ്. ഇസ്രായേലിനോടുള്ള നെഹ്റുവിന്റെ സമീപനം എന്തായിരുന്നു? പഴയകാല കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? അഥവാ ഈ രാജ്യത്ത് ഒരു ജാരസന്തതിയായി പിറന്ന, ഈ രാജ്യത്ത് ജനിച്ചു വീണ മണ്ണിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്ന, ഫലസ്തീനികളെ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ അടിസ്ഥാനപരമായി അംഗീകരിക്കാത്ത പാരമ്പര്യമുള്ള ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിരോധ മന്ത്രിയും ധനകാര്യമന്ത്രിയും രാജ്യത്തെ പ്രധാനമന്ത്രിയും ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇതൊരു കരാറിന്റെ മാത്രം പ്രശ്നമല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 15 വർഷത്തിനകം ചൈനയുമായിട്ട് അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുമെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ രാഷ്ട്രീയ വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. മറുഭാഗത്ത് ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്ക അവരുടെ കരുക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏഷ്യൻ രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ മേഖലയായ ഇന്ത്യ അമേരിക്കയുടെ സൈനിക താവളമാക്കി മാറ്റുക എന്ന ഹിഡൻ അജണ്ടയോടുകൂടി അമേരിക്കൻ സാമ്രാജ്യത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന കുൽസിതമായ നീക്കത്തിനു മുമ്പിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം ഈ അർത്ഥത്തിൽ, പൂർണ്ണമായ അർത്ഥത്തിൽ അടിയറവ് പറയുന്നതായിരുന്നു എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉണർത്തുവാനുള്ള കാര്യം. ആ അടിയറവാണ് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് എന്നെ സുഹൃത്തുക്കൾ അറിയണം. നിങ്ങൾക്കറിയാമല്ലോ, ഇറാനിനെ നിരീക്ഷിക്കുവാനുള്ള ഇസ്രായേലിന്റെ 2 ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത് ഇന്ത്യയായിരുന്നു എന്ന കാര്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന് ഇറാനോടൊരു സമീപനമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി, അധിനിവേശം നടത്തുന്നതിനു വേണ്ടി, തകർക്കുന്നതിനു വേണ്ടി അമേരിക്കയും സാമ്രാജ്യത്വവും സയനിസവും നടത്തിക്കൊണ്ടിരിക്കുന്ന യോജിച്ച പോരാട്ടത്തിന് ഈ രാജ്യം പൂർണ്ണമായ അർത്ഥത്തിൽ വിധേയമാവുകയായിരുന്നു. ഇസ്രായേലിന്റെ 2 ചാര ഉപഗ്രഹം വിക്ഷേപിച്ചത് നമ്മുടെ രാജ്യമായിരുന്നു എന്നത് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനിയും അത്തരം രാഷ്ട്രീയ വിശകലനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ 1992 ഒരു ധനമന്ത്രിയായി കടന്നു വന്ന, അത് പറഞ്ഞാൽ പോരാ, ഒരു ഘട്ടത്തിൽ ലോകബാങ്ക് ഉദ്യോഗസ്ഥനായി കഴിഞ്ഞുകൂടിയതിന് ശേഷം ലോകബാങ്ക് സ്വപ്നങ്ങളുമായി 100 കോടി ജനങ്ങളെ വിലക്കെടുക്കാൻ വന്ന
1992 ആരംഭിച്ച സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ തുടർച്ചയായി ഈ രാജ്യത്ത് ആസൂത്രിതമായി കരുക്കൾ നീക്കി അവസാനം ശേഷിക്കുന്ന സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും സാമ്രാജ്യത്വത്തിന്റെ മുമ്പിൽ കാൽക്കിയിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങി വരാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഈ കരാർ ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. ഇതിന്റേതായ ചില തുടക്കങ്ങളുണ്ട്. ഔപചാരികമായ തുടക്കം കുറിച്ചിട്ട് വർഷങ്ങളായി. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക പ്രസ്ഥാനവും അതിന്റെ പോഷക സംഘടനകളും സമയാസമയങ്ങളിൽ അവർക്ക് പറയാനുള്ള കാര്യം കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2005 ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. 2004 UPA സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന കാര്യം നിങ്ങൾക്കറിയാം. 2004 ഈ UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2005 ജൂൺ മാസത്തിൽ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രണാബ് മുഖർജിയും അതുപോലെ തന്നെ അമേരിക്കയിൽ റൊണാൾഡ് റംസ്ഫെൽഡും ചേർന്നുകൊണ്ട് അന്ന് അമേരിക്ക ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്ക് കരാറിൽ ഒപ്പുവെച്ചു. ഞാൻ മനസ്സിലാക്കുന്നു 2005 ആരംഭിച്ച ഔപചാരികമായ ഈ തുടക്കത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന ആണവ കരാറും എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ഈ പറയപ്പെട്ട ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന കരാർ തന്നെ അത്യന്തം അപകടകരമാണ്. അതിൽ പറയുന്നു സംയുക്ത സൈനികാഭ്യാസങ്ങൾ, അതിൽ പറയുന്നു സുരക്ഷയ്ക്ക് വേണ്ടി ഭീകരതയ്ക്കെതിരെ സൈനികമായ സഹകരണം, അതിൽ പറയുന്നു കൂട്ടനശീകരണായുധം തടയുന്നതിന് വേണ്ടിയുള്ള യോജിച്ച പോരാട്ടം, അതുപോലെ തന്നെ ഇന്ത്യ US ഡിഫൻസ് ഫ്രെയിംവർക്കിനകത്ത് പറയുന്നു പ്രതിരോധ വ്യാപാര രംഗം വർദ്ധിപ്പിക്കും എന്ന കാര്യം, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ സംവിധാനം വരെ ഇന്റലിജൻസ് സംവിധാനം വരെ പരസ്പരം കൈമാറും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു രാജ്യത്തിന് സ്വന്തമായിട്ട് എന്താണുള്ളത് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളീയ സമൂഹത്തോടെങ്കിലും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അഥവാ ഒരു രാജ്യത്തിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ വരെ രഹസ്യാന്വേഷണ സംവിധാനം വരെ കൈമാറപ്പെടുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് നേരത്തെ ഹൽക്ക അമീർ പറഞ്ഞത്, ഈ കേരളത്തിൽ ഇന്ത്യയിൽ സുപ്രധാനമായ കരാറിൽ ഒപ്പുവെക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘട്ടനങ്ങളും ഭീകരവേട്ടകളും യാദൃശ്ചികമല്ല. അത് കരാറിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി നടക്കുന്ന ആസൂത്രിതമായ നീക്കങ്ങളാണ്. അത് ഘാട്ട് കരാറിന്റെ സാഹചര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെ അത് tehelka.com പുറത്തു കൊണ്ടുവന്ന പ്രതിരോധ രഹസ്യം ഒറ്റുകൊടുത്ത ഏറ്റവും വലിയ പ്രതിസന്ധിയെ NDA സർക്കാർ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴും പുറത്തു വന്ന കാര്യമാണ്. അപ്പോൾ കാർഗിൽ യുദ്ധം നടന്നു, അതോടുകൂടി ഇത് മുങ്ങിപ്പോയി. ആണവ കരാറിന്റെ ഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവേട്ട കെട്ടിച്ചമച്ചതും ആസൂത്രിതവുമാണ് എന്ന് പറഞ്ഞത് ശ്രീമതി സുഷമാ സ്വരാജാൻ. ശ്രീമതി സുഷമാ സ്വരാജ് വെറുതെ പറയുന്നതല്ല, NDA സർക്കാരിൽ മന്ത്രിയായവരാണ്. കാരണം അവർക്ക് മുൻപരിചയമുണ്ടാകും. അവർ മുമ്പ് ഇത്തരത്തിലുള്ള ഭീകരവേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തതുകൊണ്ട് ആ മുൻപരിചയത്തിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് സുഗമമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുവാൻ ജനശ്രദ്ധ തിരിക്കുവാൻ പറ്റിയ ഏറ്റവും വഴി ഇത്തരത്തിലുള്ള വഴികളിലേക്ക് ആളുകളെ തിരിച്ചുവിടലാണ് എന്ന് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട മുൻ മന്ത്രിയും നേതാവുമായ സുഷമാ സ്വരാജ് പറഞ്ഞതിനെ ശരിവെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവേട്ടയും ഇതിന്റെ തന്നെ ഫലമാണ് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ 2005 ജൂൺ മാസത്തിൽ ആരംഭിച്ചോ. ആരാണ് ഒപ്പുവെച്ചത്? പ്രണാബ് മുഖർജി ഒപ്പുവെച്ചോ. 500 ചില്ലാനം പാർലമെന്റ് അംഗങ്ങളെ അങ്ങ് ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് സിനിമ കാണാനല്ലോ. ഈ രാജ്യത്തിന്റെ പ്രതിരോധമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായ മേഖലകളെ കുറിച്ച് ചർച്ച നടക്കുമ്പോൾ അതിൽ നിർണായകമായ പങ്കുവഹിക്കാനാണ്. പ്രണാബ് മുഖർജി ആരോടും ചോദിച്ചിട്ടില്ല ഒപ്പുവെക്കുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം 2005 ജൂലൈ 18, 21 തീയതികളിൽ നമ്മുടെ പ്രധാനമന്ത്രിയും അങ്ങ് ന്യൂയോർക്കിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് പലപ്പോഴും സുഖസംതൃപ്തിയോടുകൂടി കഴിഞ്ഞുകൂടുവാൻ അദ്ദേഹം തെരഞ്ഞെടുക്കാറുള്ളത് അമേരിക്കയാണ് എന്നത് പഴയകാല അനുഭവം കൊണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം 2005 ജൂലൈ 18, 21 ദിവസങ്ങളിൽ അങ്ങ് അമേരിക്കയായിരുന്നു. അതും ഇതിന്റെ രണ്ടാം ഘട്ടമാണ്. അഥവാ അതിൽ വെച്ചുകൊണ്ടാണ് സംയുക്ത പ്രസ്താവന നടത്തുന്നത്. ഇതൊന്നും വെറുതെ വർത്തമാനം പറയുന്ന കാര്യമല്ല. അതിന്റെ എല്ലാം കോപ്പികൾ എനിക്കെന്നല്ല ഏതൊരാൾക്കും സൈറ്റിൽ പോയ, ഇത് കാലം അങ്ങനെയാണല്ലോ, വിവരം കിട്ടാൻ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സംയുക്ത പ്രസ്താവനയുടെ കോപ്പി നിങ്ങൾക്കും കണ്ടെത്താൻ കഴിയുന്നതാണ്. 2005 ജൂലൈ മാസത്തിൽ ഇന്ത്യൻ
പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഒന്നിച്ച് സംയുക്ത പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ സംയുക്ത പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന വിവരങ്ങൾ അതിനേക്കാൾ ഭീകരമാണ്. കാർഷിക രംഗത്ത്, വ്യവസായ രംഗത്ത്, ഇലക്ട്രിസിറ്റി രംഗത്ത്, ഇൻഷുറൻസ് മേഖലയിൽ, ചില്ലറ വ്യാപാര രംഗത്ത് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമല്ല, അതിലേക്ക് വിദേശ നിക്ഷേപത്തിനുള്ള സ്വാതന്ത്ര്യവും അനുവാദവും നൽകുന്നു എന്നതാണ് ആ സംയുക്ത പ്രസ്താവനയുടെ ഒരു വെളിച്ചം എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കേരളീയ സമൂഹത്തിൽ ആഗസ്റ്റ് 15 മുദ്രാവാക്യം ഉയർത്തിയത്. ശ്രീ മൻമോഹൻ ഇന്ത്യയെ വിൽക്കരുത് എന്ന. ഈ രാജ്യത്തിന്റെ ആത്മാവായ കാർഷിക ഇടങ്ങളെ, ഈ രാജ്യത്തിന്റെ ചില്ലറ വ്യാപാര മേഖലകളെ, ഈ രാജ്യത്തിന്റെ എല്ലാ തലങ്ങളെയും അമേരിക്കൻ സാമ്രാജ്യത്വ കുത്തകകൾക്ക് കടന്നു വരുവാനുള്ള അനുവാദം നൽകുന്നത് രാജ്യത്ത് കുത്തുവാളയെടുപ്പിക്കും എന്ന് അന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് 2005 സെപ്റ്റംബറിൽ ഇറാനിനെതിരെ ഇന്ത്യ വോട്ട് ചെയ്തു. അഥവാ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യ അമേരിക്ക ഡിഫൻസ് ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് തന്നെ അമേരിക്കയുമായി ബന്ധപ്പെട്ട സഹകരണത്തിന്റെ ഭാഗമായി ഇറാനിനെതിരെ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്നു നിന്നുകൊണ്ട് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ യോഗത്തിൽ വെച്ച ഇന്ത്യൻ ജനവിഭാഗത്തെ അപമാനിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയുടെ കൂടെ നിന്നുകൊണ്ട് ഇറാനെതിരെ വോട്ട് ചെയ്തു. 2006 സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് ബുഷ് കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, ഇതിനൊരു തുടർച്ചയുണ്ട്. 2006 സെപ്റ്റംബറിൽ ജോർജ് W. ബുഷ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരുപക്ഷെ കേരളീയ സമൂഹത്തിൽ ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്, ബുഷ് ഗോ ബാക്ക് എന്നായിരുന്നു. ബുഷ് ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഞങ്ങൾ ഉയർത്തിയപ്പോൾ ചിലർ ചോദിച്ചു, അതിഥിയെ മാനിച്ച പാരമ്പര്യമുള്ള ഇന്ത്യ, അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ എന്തുകൊണ്ട് സോളിഡാരിറ്റിക്ക് സാധിക്കുന്നില്ല എന്ന്. അന്നും ഞങ്ങൾ പറഞ്ഞതാണ്, മിസ്റ്റർ ജോർജ് W. ബുഷ് ജനലക്ഷങ്ങളുടെ രക്തക്കറ പുരണ്ട വ്യക്തിത്വത്തിന്റെ ഉടമയായ അദ്ദേഹം അതിഥിയല്ല, അന്ധകനാണ്. അതുകൊണ്ട് അന്ധകനോട് ഗോ ബാക്ക് വിളിക്കാനാണ് ഞങ്ങളുടെ സംസ്കാരം ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് ആ സമരപ്രഖ്യാപനവുമായി സോളിഡാരിറ്റി മുന്നോട്ട് പോയത്. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അന്ന് ജോർജ് W. ബുഷ് അദ്ദേഹവും അന്ന് 10 കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് പോയത്. ഓരോ വരവും ഓരോ കരാറിൽ ഒപ്പുവെച്ചിട്ടാണ് പോക്ക. അന്ന് ഒപ്പുവെച്ച 10 കരാറിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് 20 കോടിയോളം ചില്ലറ വ്യാപാരികൾ ഉപജീവനമാർഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ചില്ലറ വ്യാപാര മേഖലകളെ കുത്തകവൽക്കരിക്കുവാനുള്ള തീരുമാനത്തിലും ഒപ്പുവെച്ചത് എന്നെന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. അപ്പോൾ പടിപടിയായി ഈ രാജ്യത്തെ പണയപ്പെടുത്തിയ ഒരു പ്രധാനമന്ത്രിയോട് മാപ്പുണ്ടെന്ന് പറയുവാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുക സുഹൃത്തുക്കളെ? അവിടെ നിന്നും വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ അതിനുശേഷം 2006 ഡിസംബർ മാസത്തിലാണ് ഹൈഡാക്കിൽ ഒപ്പുവെക്കുന്നത്, അല്ലെങ്കിൽ ഹൈഡാക്ക് രൂപീകരിക്കുന്നത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. ശരിയാണ്, ഹൈഡാക്ക് അമേരിക്കയുടെ ആഭ്യന്തര നിയമം തന്നെയാണ്. പക്ഷേ എന്തിനാണ് ഹൈഡാക്ട് നിർമ്മിച്ചത് എന്ന കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പഠിക്കേണ്ടതുണ്ട്. ഹൈഡാക്ട് ബാധകമാണോ എന്ന ചർച്ച ഇവിടെ സജീവമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിനകത്തേക്ക് വരാം. പക്ഷെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഊർജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ ശ്രീ CR നീലകണ്ഠൻ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഊർജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ നേതാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വൈദ്യുതി ലഭിക്കേണ്ടേ? ഒരു കുട്ടിയായ കാലത്തെയാണ് പ്രധാനമന്ത്രി ഓർക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് വൈദ്യുതി ലഭിക്കുവാൻ ഊർജ പ്രതിസന്ധി പരിഹരിക്കണം. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുമായി ഒപ്പുവെക്കുന്ന ഈ കരാറിലൂടെ ലഭിക്കാൻ പോകുന്നത് 2020 ആകുമ്പോഴേക്ക് 4% വർധനവ്. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് 3%. നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഊർജം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എവിടെ നിന്നാണ് ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? 97% മറ്റു മേഖലകളിൽ നിന്നാണ് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. 97%. ബാക്കി വരുന്ന 3% ഈ ആണവോർജ മേഖലകളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 97% ഊർജം ലഭിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളെ പുഷ്ടിപ്പെടുത്തുവാനുള്ള വല്ല പദ്ധതിയും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടോ? അത്തരം പദ്ധതിക്ക് വല്ല അന്താരാഷ്ട്ര സഹായവും നമ്മൾ ലഭ്യമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ ആർക്കും താല്പര്യമില്ല. നമുക്ക് താല്പര്യം 3% ആണവോർജത്തെ വികസിപ്പിക്കാനാണ്. 20 കൊല്ലം കാത്തിരുന്നാൽ കിട്ടുന്നത് 4% വർധനവാണ്. അതിന് നമുക്ക് വേണ്ടിവരുന്ന ചെലവിനെ കുറിച്ച് ശ്രീ അയ്യങ്കാരെ പോലെയുള്ള, ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള, A പ്രസാദിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് 3,30,000 കോടി രൂപ ഇന്ത്യ അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരുമെന്നതാണ്. അഥവാ
നമ്മുടെ രാജ്യത്ത് 2020 ആവശ്യമാകുന്ന 40,000 മെഗാവാട്ട് വൈദ്യുതി, അതിൽ 10,000 മെഗാവാട്ട് വൈദ്യുതി ഇന്ത്യയിലെ തന്നെ പ്രകൃതിദത്തമായ യുറേനിയം ഉപയോഗിച്ചുണ്ടാക്കാവുന്നതാണ്. ബാക്കി 30,000 മെഗാവാട്ട് വൈദ്യുതി നമ്മെ സംബന്ധിച്ചിടത്തോളം നാം അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആണവ റിയാക്ടറുകളും സമ്പുഷ്ട യുറേനിയവും വെച്ചുണ്ടാക്കണം. അങ്ങനെ നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നാൽ അതിന് ചെലവ് വരുന്നത് 3,30,000 കോടി രൂപ. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കൽക്കരിയിൽ നിന്നാണെങ്കിലോ 1,20,000 കോടി രൂപ, അത് വെള്ളത്തിൽ നിന്നാണെങ്കിലോ 90,000 കോടി രൂപ. പിന്നെ എന്തിനാണ് ഈ ഏടാകൂടത്തിൽ ഒപ്പുവെക്കുന്നത് എന്ന ചോദ്യത്തിന് നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്റെ സുഹൃത്തുക്കൾ ഒരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തിനാണ് അമേരിക്ക യുദ്ധങ്ങൾ നടത്തുന്നത്, എന്തിനാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടുന്ന ഉത്തരം, അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എല്ലാ അർത്ഥത്തിലും എണ്ണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാജ്യത്തിന്റെ 1/3 എണ്ണ ഉപയോഗിക്കുന്നത് ആരാണെന്നറിയാമോ? 25 കോടി വരുന്ന അമേരിക്കക്കാരൻ. രാജ്യത്തിന്റെ ലോകത്തിന്റെ 1/3 എണ്ണ ഉപയോഗിക്കുന്നത് 25 കോടി വരുന്ന അമേരിക്കക്കാരൻ. അത്രമാത്രം ഊർജോപഭോഗം നടത്തുന്ന അമേരിക്കക്കാരൻ എന്തിനാണ് ഇന്ത്യയിലേക്ക് ഈ പഴഞ്ചൻ ഏർപ്പാട് കെട്ടിവെക്കുന്നത്? അമേരിക്കക്ക് ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ യുദ്ധം നിർത്തിവെച്ചിട്ട് ആണവ റിയാക്ടറുകൾ സ്ഥാപിച്ചിട്ട് ആണവോർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൂടെ? 30 കൊല്ലമായിട്ട് ഈ മണ്ടത്തരത്തിന് അമേരിക്ക നിന്നിട്ടില്ല എന്ന് നമ്മുടെ മൻമോഹൻ സിംഗെങ്കിലും മനസ്സിലാക്കേണ്ടിയിരുന്നു. 30 കൊല്ലത്തിനായിട്ട് അവരത് നിന്നിട്ടില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കുക, NST ഗ്രൂപ്പിൽ ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ 45 രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ആണവ ഇന്ധന കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഇടപാട് നടക്കാൻ പോകുന്നത്. അഥവാ ഈ NST ഗ്രൂപ്പിൽ ഏറ്റവും പ്രബലമായ ഗ്രൂപ്പാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്, ആണവ ഇന്ധനം വിതരണം ചെയ്യുന്നത്. ഈ ഓസ്ട്രേലിയ വരെ ഈ പറയപ്പെട്ട പുതിയ രീതി സ്വീകരിക്കുന്നില്ല എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധിക്ക് ഞങ്ങൾ എണ്ണ തന്നെ കണ്ടെത്തിക്കൊള്ളാം, അല്ലെങ്കിൽ മറ്റു വഴികൾ ആരാഞ്ഞുകൊള്ളാം എന്നതാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് മുഴുവൻ കൊമ്പുകുലുക്കി യുദ്ധം നടത്തിയിട്ട് എണ്ണ സാമ്രാജ്യം കെട്ടിപ്പിടിക്കുവാൻ പണിപ്പെടുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം ശീതകാല യുദ്ധസമയത്ത് അവരുടെ കയ്യിൽ വെച്ചിരുന്ന ഒരുപാട് പഴകിയ ആണവ ഇന്ധനങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും 100 കോടി ജനവിഭാഗത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചതിന്റെ ദുരന്ത ഫലമാണ് ആണവ കരാർ എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീരുന്നില്ല. ഇതിന്റെ വേസ്റ്റേജിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് സംസാരിച്ചോ, അദ്ദേഹത്തിന്റെ പ്രഭാഷണം അദ്ദേഹം നമ്മെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചത്, അദ്ദേഹം പറഞ്ഞു പാരിസ്ഥിതികമായ പ്രശ്നം ജലവൈദ്യുതി സൃഷ്ടിക്കുന്നില്ലേ, പാരിസ്ഥിതികമായ പ്രശ്നം അതുപോലെ തന്നെ മറ്റു ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റു ഊർജ്ജ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. കൽക്കരിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നില്ലേ? അത്തരം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രാജ്യം അഭിമുഖീകരിക്കുന്നു എന്നാണ് ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞത്. അദ്ദേഹം എന്തിന് സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ മടിക്കുന്നു? 10,000 കൊല്ലം കഴിഞ്ഞാലും റേഡിയേഷൻ നിലക്കാത്ത ന്യൂക്ലിയർ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആണവോർജ്ജ കേന്ദ്രങ്ങൾ പരിസ്ഥിതിക്ക് അനുകൂലമാണ് എന്നോ, മറിച്ച് പരിസ്ഥിതിക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നത് ജലവൈദ്യുത പദ്ധതികളാണ് എന്നോ ജനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർലമെന്റിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രസ്താവിക്കുകയാണ്. എത്ര അപകടകരവും അതുപോലെ തന്നെ എത്ര കാപ്പറ്റ്യം നിറഞ്ഞതുമാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൈഡാക്റ്റും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞങ്ങൾ പറയുന്നു, ആണവ കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും പണയപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഇത് വെറുതെ പറയുന്നതല്ല. ഹൈഡാക്ട് കോപ്പി എന്റെ സുഹൃത്തുക്കൾക്ക് കിട്ടാവുന്നതാണ്. ആ ഹൈഡാക്റ്റുമായി ബന്ധപ്പെട്ട അതിന്റെ ആദ്യത്തിൽ തന്നെ പറയുന്നത്, ഹൈഡാക്ട് രൂപീകരിച്ചിരിക്കുന്നത് തന്നെ ഇന്ത്യക്ക് വേണ്ടിയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. മാത്രമല്ല 1, 2, 3 കരാറിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ കരാർ രൂപപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളുടെയും ആഭ്യന്തര നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ്. ഹൈഡാക്ട് എന്ന് പറയുന്നത് അമേരിക്കയുടെ ആഭ്യന്തര നിയമമാണ്. ആ നിയമത്തിന് വിധേയമായിട്ട് നാം കരാറിൽ ഒപ്പുവെക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മുടെ ആണവ കേന്ദ്രങ്ങൾ സൈനികേതരം എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തുകയും സൈനികേതരമായ ആണവ നിലയങ്ങളിൽ അമേരിക്കക്കാരന് അല്ലെങ്കിൽ IAEAക്ക് എപ്പോഴും കടന്നു വരുവാനുള്ള അനുവാദം നമ്മൾ നൽകുകയും ചെയ്യുന്നു. എന്റെ
പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്, 10-22 ആണവ നിലയങ്ങളുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ 14 അമേരിക്കയുടെ നേതൃത്വത്തിന് കീഴിൽ വരാൻ പോവുകയാണ്. അവർക്കെപ്പോഴും വരാം, അവർക്കെപ്പോഴും പരിശോധന നടത്താം, അവർക്കെപ്പോഴും അതിനെക്കുറിച്ച് അന്തിമ വിധി നൽപിക്കാം. അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം നമുക്ക് പാടില്ല. ഇത് ഹൈഡാക്ട് വെക്കുന്ന നിബന്ധനയാണ്. നാം സ്ഥാപിക്കുന്ന ആണവ റിയാക്ടറുകളിലേക്ക് ഇന്ധനം കാത്ത് അമേരിക്കയുടെ കാൽക്കൽ കെട്ടി നിൽക്കേണ്ടുന്ന ഗതികേട് നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്നു. അതുപോലെ തന്നെ മൂന്നാമതായി രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആണവ പരീക്ഷണം നടത്താൻ പാടില്ല. നമുക്ക് ആണവായുധം വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു രാജ്യം ആണവായുധം നിർമ്മിക്കണോ നിർമ്മിക്കേണ്ടതില്ലേ എന്ന്, അല്ലെങ്കിൽ ആണവായുധ പരീക്ഷണം നടത്തണോ നടത്തണ്ടേ എന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം അതാത് രാജ്യങ്ങൾക്കാണ് എന്ന സ്വയം നിർണയാവകാശത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ഹൈഡാക്ട് ഗണ്ണിക്കുന്നത് എന്നെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതിനേക്കാളുപരി US പദ്ധതികളിൽ അമേരിക്കയോടൊപ്പം നമ്മൾ പങ്കാളികളാകണം. US മുന്നോട്ട് വെക്കുന്ന പദ്ധതികളിൽ ഇന്ത്യ പങ്കാളിയാകണം. അത് തീർന്നില്ല, ഇറാനിനെതിരെ അമേരിക്ക നടത്തുന്ന ഏത് നീക്കത്തെയും ഇന്ത്യ പിന്തുണക്കണമെന്ന ഹൈഡാക്ട് വ്യക്തമായി നമ്മുടെ മുമ്പിൽ പ്രതിപാദിക്കുന്നു. അപ്പോൾ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് 2 തവണ ഇറാനിനെതിരെ ഇന്ത്യ IAEA-യിൽ വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഇത്തരം നിയമങ്ങളുടെ സ്വാഭാവികമായ പരിണിതിയാണ്. ഇറാനിനെതിരെ അമേരിക്ക നടത്താൻ പോകുന്ന എല്ലാ നീക്കങ്ങളിലും ഇന്ത്യ അമേരിക്കയോടൊപ്പം പങ്കാളിയാകാൻ പോകുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന് നിരക്കുന്നതാണോ, നമ്മുടെ ചേരിനേരാ നയത്തിന് നിരക്കുന്നതാണോ എന്നെ സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഉപരി രാജ്യത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് എല്ലാ വർഷവും അമേരിക്കൻ കോൺഗ്രസിന് റിപ്പോർട്ട് കൊടുക്കണം. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാൻ, അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ വിദേശ നയം അമേരിക്കക്ക് അപകടകരമല്ല എന്ന് തുടങ്ങി അമേരിക്കക്ക് അനുസൃതമായ രീതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ വിദേശ നയത്തെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിന് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ കോൺഗ്രസിന് നിരന്തരമായി ഓരോ വർഷവും റിപ്പോർട്ട് കൊടുക്കണം. അതിനെക്കുറിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ശ്രീ മൻമോഹൻ സിംഗ് പാർലമെന്റ് ഉറപ്പ് കൊടുത്തു. 2006 ആഗസ്റ്റ് 17 ഇത് നിരാകരിക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നതാണ്. പക്ഷേ ആ ശ്രമവും വിജയിച്ചിട്ടില്ല. അഥവാ ഓരോ കൊല്ലവും ഇന്ത്യൻ വിദേശ നയത്തെക്കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ അമേരിക്കൻ പ്രസിഡന്റ് റിപ്പോർട്ടിംഗ് നടത്തണമെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയാണ് കളഞ്ഞുകുളിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നമുക്കെങ്ങനെയാണ് വിളിച്ചു പറയാതിരിക്കാൻ കഴിയുക? അതുപോലെ തന്നെ IAEA-യുമായി ബന്ധപ്പെട്ട കാര്യവും എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതാണ്. അഥവാ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറയുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരു സ്വതന്ത്ര സംവിധാനമൊന്നുമല്ല. അമേരിക്കയുടെ അധിനിവേശത്തിന്റെ, സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശത്തിന് ആഗോളതലത്തിലുള്ള പൊതുവേദികൾ ഉപയോഗപ്പെടുന്നത് പോലെ അമേരിക്കൻ സാമ്രാജ്യത്വം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പൊതുവേദിയാണ് യഥാർത്ഥത്തിൽ IAEA എന്ന് പറയുന്ന UNO-യെ പോലെ അതിന്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ IAEA-യുടെ പരിശോധന 10-45 കൊല്ലത്തേക്ക് നമ്മുടെ ആണവ കേന്ദ്രങ്ങളിൽ വരാൻ പോവുകയാണ്. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആണവ നിലയങ്ങളിലെ രഹസ്യങ്ങൾ ഇന്നുവരെ രഹസ്യമായിരുന്നുവെങ്കിൽ നാളെ അത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് കയറിനിറങ്ങുവാനുള്ള, അങ്ങാടിപ്പാട്ടാക്കാനുള്ള അവസരമാണ് നാം ഒരുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, IAEA എങ്ങനെ അങ്ങനെ ചെയ്യുമോ എന്ന്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അമേരിക്കയിൽ 254ഓളം നിലയങ്ങളുണ്ട്. കൃത്യമല്ല, അമേരിക്കയിൽ എന്തായാലും 254ഓളം ആണവ നിലയങ്ങളുണ്ട്. ഈ 254ഓളം ആണവ നിലയങ്ങളിൽ 1981 ശേഷം ഈ പറയപ്പെട്ട ആണവോർജ ഏജൻസി കടന്നു ചെന്ന് പരിശോധന നടത്തിയത് 19 തവണയാണ്. 81 ശേഷം ഈ പറയപ്പെട്ട 254 ആണവ നിലയങ്ങളുള്ള അമേരിക്കയിൽ ആണവോർജ ഏജൻസി പരിശോധന നടത്തിയത് ആകെ 19 തവണയാണ്. അതേസമയം 50-ൽ താഴെ മാത്രം നിലയങ്ങളുള്ള, എന്റെ സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതാണ്, 50-ൽ താഴെ മാത്രം നിലയങ്ങളുള്ള, അതുപോലെ തന്നെ NPT കരാറിൽ ഒപ്പുവെച്ച, അഥവാ ഇറാൻ എന്ന് പറയുന്നത് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ച രാഷ്ട്രമാണ്. NPT കരാറിൽ ഒപ്പുവെച്ച, അതേപോലെ തന്നെ 50-ൽ താഴെ മാത്രം നിലയങ്ങളുള്ള ഇറാനിലെ ആണവ നിലയങ്ങളിൽ IAEA നടത്തിയ പരിശോധന 1450 ഇത് രാഷ്ട്രീയ വേദി അല്ലെങ്കിൽ മറ്റെന്താണ് എന്നെ സുഹൃത്തുക്കൾ പരിശോധിക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ 254 നിലയങ്ങളിൽ
നിലയങ്ങളിൽ പരിശോധിച്ചത് 19 തവണ. അതേസമയം NPT കരാറിൽ ഒപ്പുവെച്ച ഇറാനിന്റെ ആണവ നിലയങ്ങളിൽ പരിശോധിച്ചത് 1450 തവണ. എന്നിട്ടും ഇതുവരെ ആ പരിശോധനയിൽ നിന്ന് അവർക്കൊരു തുരുമ്പ് ലഭിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, IAEAയുടെ റിപ്പോർട്ട് അനുകൂലമല്ലെന്ന് വെക്കുക. എന്നാൽ പോലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് സൈനികമായ ഇടപെടലുകൾക്ക് അവസരമുണ്ടാകാറില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ല ഇറാഖിലെ അധിനിവേശവുമായി ബന്ധപ്പെട്ട സംഭവം? ഇന്നും നമുക്ക് മുമ്പിൽ ഒരു ദുരന്തമായി അത് നിലകൊള്ളുന്നുണ്ട്. 2002 ശേഷം 11 ലക്ഷത്തോളം ആളുകൾ മരണപ്പെട്ട, അതുപോലെ തന്നെ 10 ലക്ഷത്തോളം അഭയാർത്ഥികളെ സൃഷ്ടിച്ച, 23 ലക്ഷം വിധവകൾക്ക് ജന്മം നൽകിയ ഏറ്റവും ക്രൂരമായ അധിനിവേശമാണ് ഇറാഖ് അധിനിവേശം. അതിനെക്കുറിച്ച് IAEAയുടെ റിപ്പോർട്ട് എന്താണ്? IAEA റിപ്പോർട്ട് അനുസരിച്ച് ഇറാഖിൽ രാസായുധമില്ല എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ആ റിപ്പോർട്ടിനെ അവഗണിച്ചുകൊണ്ടാണ് അമേരിക്ക അവിടെ അധിനിവേശം നടത്തിയത് എന്നെന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ കയ്യാളുകൾക്ക് കടന്നു വരുവാനും പരിശോധന നടത്തുവാനുമുള്ള അവസരമാണ് ഈ പറയപ്പെട്ട IAEA ഏജൻസിയിലൂടെ നമ്മൾ ഒരുക്കി കൊടുക്കാൻ പോകുന്നത്. 1-2-3 കരാർ റദ്ദായി എന്ന് വെക്കുക. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള 1-2-3 കരാർ റദ്ദായി കഴിഞ്ഞാലോ ഈ ആണവോർജ ഏജൻസിക്ക് പിന്നീട് ഇന്ത്യയിലെ ഇത്തരം നിലയങ്ങളിൽ കടന്നു വരുവാനുള്ള അനുവാദം അവശേഷിക്കുമെന്ന കാര്യം കൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ അജണ്ടയോടുകൂടിയാണ്, ഇത് വാണിജ്യ അജണ്ടയോടുകൂടിയാണ്. $10-18 ബില്യൺ ആണവോർജ ഏജൻസികൾക്ക് ഈ ഡോളർ സബ്സിഡി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇന്ത്യ അമേരിക്കയുമായി കരാർ ഒപ്പുവെക്കുന്നത്. അഥവാ ആ വാണിജ്യം ഭംഗിയായിട്ട് നടക്കുവാൻ. അതുകൊണ്ട് തന്നെ ഇതിനെ ആ അർത്ഥത്തിൽ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. എന്താ വന്നുകൊള്ളട്ടെ എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന അപകടം വലുതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, താരാപൂരിൽ നമുക്കൊരു ആണവ റിയാക്ടർ ഉണ്ട്. അമേരിക്കക്കാരന്റെ സഹായത്തോടെ സ്ഥാപിച്ച താരാപൂരിലെ ആണവ റിയാക്ടറുകൾ ഇപ്പോഴും നമുക്ക് മുമ്പിൽ നോക്കുകുത്തിയാണ്. നാം താരാപൂരിലെ ആണവ നിലയ കേന്ദ്രങ്ങൾ ഇന്ന് അനാഥമായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ നടത്തിയ ആണവ പരീക്ഷണത്തോടുകൂടി അതിലേക്ക് ഇന്ധനം തരുന്ന ഏർപ്പാട് അമേരിക്ക നിർത്തിവെച്ചോ. 45 കൊല്ലമായിട്ട് ആ താരാപൂരിലെ ആണവ നിലയം നമുക്ക് മുമ്പിൽ നോക്കുകുത്തിയായി നിലകൊള്ളുകയാണ്. അഥവാ അമേരിക്കയും ഇന്ത്യക്കും പിണങ്ങേണ്ടി വന്നാൽ ഇന്ത്യയിൽ നോക്കുകുത്തിയായി അവശേഷിക്കാൻ പോകുന്നത് 150ഓളം താരാപൂറുകളാണ് എന്ന യാഥാർത്ഥ്യം എന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. 145 താരാപൂറുകൾ ഈ രാജ്യത്ത് നമുക്ക് മുമ്പിൽ ഒരു ഭാരമായി അവശേഷിക്കാൻ പോകും. മാത്രമാണോ ഞാൻ പറയുന്നു, ഇന്ത്യയിൽ ഇനി ആര് പ്രധാനമന്ത്രിയായാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തിട്ടൂരത്തിനെതിരെ വിരലനക്കാൻ കഴിയുകയില്ല. വിരലനക്കിയാൽ അവർ പറയും, നിങ്ങളുടെ ആണവ റിയാക്ടറുകളിലേക്ക് ഞങ്ങൾ ഇന്ധനം തരില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ പൂട്ടുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ നയപ്പെടും. ആ അർത്ഥത്തിൽ കരാർ നമുക്ക് മുമ്പിൽ വെക്കുന്ന അപകടകരമായ വ്യവസ്ഥകൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിശദമായി പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനത്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ രാജ്യത്തെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു സാമന്ത രാജ്യമാക്കിയിരിക്കുന്നു എന്നതാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് സൈനിക അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയുമായിട്ട് ബംഗാൾ ഉൾക്കടലിൽ സൈനിക അഭ്യാസങ്ങൾ നടന്നു. അതിനെക്കുറിച്ച് ശ്രീ MJ അക്ബർ അദ്ദേഹത്തിന്റെ കോളത്തിൽ എഴുതിയത്, ബംഗാൾ ഉൾക്കടലിൽ നടന്നത് സംയുക്ത സൈനികാഭ്യാസമല്ല, മറിച്ച് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇറാനിലേക്ക് എങ്ങനെയാണ് മിസൈൽ അയക്കുക എന്ന പരിശീലനമായിരുന്നു. എന്തിന് ഇന്ത്യയെ അമേരിക്കൻ താവളമാക്കി മാറ്റണം? അത് കഴിഞ്ഞിട്ട് മണിപ്പൂരിൽ നടന്നു സംയുക്ത സൈനികാഭ്യാസം. ഇന്ന് മാതൃഭൂമി പത്രത്തിലും മറ്റു പത്രങ്ങളും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇന്നും ഇനി മിസോറാമിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനികാഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണ് അമേരിക്കക്കാരന്റെ സാമ്രാജ്യത്വത്തിന്റെ തേർവാഴ്ചക്ക് ഞാനും നിങ്ങളും ഈ രാജ്യത്തെ ഭരണകൂടം എന്നെയും നിങ്ങളെയും കബളിപ്പിച്ചുകൊണ്ട് ഈ ഭരണകൂടം കൂട്ടിക്കൊടുപ്പ് നടത്തിയിരിക്കുന്നു എന്നതാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം എന്റെ സുഹൃത്തുക്കൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം രാജ്യത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യനിവാസികളോടൊപ്പം നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഈ അർത്ഥത്തിൽ ഇത്തരം കരാറുമായി രംഗത്തിറങ്ങുന്നത്. അതിനെ മുഖവിലക്കെടുക്കുവാനും അത് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുവാനും ഈ രാജ്യത്ത് നിഷ്പക്ഷരായ ജനവിഭാഗം സന്നദ്ധമാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. വിശദീകരണം നടത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങൾ സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ സന്നദ്ധമാകണം. ഈ കേരളത്തിലെ 3 കോടി ജനങ്ങളോട് ആണവ കരാർ എന്തെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടപ്പിറപ്പുകളായി കൂടെ നടക്കുന്ന സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആശങ്കയൊന്ന് നീക്കിയിട്ട് പോലെ കേരളക്കാരനെ വിശദീകരിച്ചു കൊടുക്കാൻ എന്നുകൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആശങ്ക തീർന്നിട്ടില്ല. ആശങ്ക
തീർന്നിട്ടില്ല. ആശങ്ക തീരാത്ത ഒരു കൂട്ടരെ കൂടെ നിർത്തിയിട്ട് എന്തിനാണ് മൈക്ക് കെട്ടിയിട്ട് കേരളീയ സമൂഹത്തോട് നിങ്ങൾ വിശദീകരിക്കുന്നത്? നിങ്ങൾ ആശങ്ക ജനങ്ങളോട് തീർക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെയുള്ള ഘടകകക്ഷികളുടെ ആശങ്ക തീർക്കേണ്ടതുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരാമർശങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആരോ പറഞ്ഞതല്ല. എന്റെ നാട്ടിലെ MLA പറഞ്ഞു തടക്കവും പടക്കവുമുള്ള എന്റെ നാട്ടിലെ MLA പറഞ്ഞു ഇത് ജമാഅത്തെ ഇസ്ലാമി വേറെ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇന്ത്യയിൽ വേറെ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി ആണവ കരാറിന് അനുകൂലമാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി ആണവ കരാറിനെതിരാണ്, ഇവരല്ല യഥാർത്ഥത്തിലെ ജമാഅത്തെ ഇസ്ലാമി. ഇങ്ങനെയൊക്കെ ഒരു MLA നിരുത്തരവാദപരമായി പ്രസംഗിക്കാൻ പാടുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ചന്ദ്രികയിലും അതുപോലെ തന്നെ വീക്ഷണത്തിലും ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഈ ആണവ കരാറുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ പോളിസിക്ക് ഈ രാജ്യത്തെ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചു എന്നതാണ് അതിൽ വന്ന വാർത്ത. ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദ്യോഗിക വക്താവ് അൻവർ ഹുസൈൻ ആണ് പോലും പ്രസ്താവിച്ചത്. ഒന്നാമത് പറയേണ്ടതുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് അങ്ങനെ ഒരു ഔദ്യോഗിക വക്താവില്ല. രണ്ടാമത് മനസ്സിലാക്കേണ്ടതുണ്ട്, ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്താവന ഇറക്കിയത്. അത് നിങ്ങളുടെ തന്നെ കൂടെ നിർത്തി വർത്തമാനം പറയാവുന്നതും വിലയിരുത്താവുന്നതുമായ സംഘമാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത് എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയപ്പെട്ട അബദ്ധം ജമാഅത്തെ ഇസ്ലാമിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തിരുത്തി. എന്നിട്ട് നമുക്കറിയാവുന്നതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യക്കകത്ത് അത് തിരുത്തിയിട്ട് വാർത്ത വന്നു. പക്ഷേ നമ്മുടെ പത്രം അത് തിരുത്താൻ സന്നദ്ധമായില്ല. എന്നിട്ട് പ്രസംഗിച്ച് നടക്കുന്നു ഈ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്, മറ്റേ ജമാഅത്തെ ഇസ്ലാമി വേറെയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ കേരളത്തിലെ രാജ്യത്തെ ജനങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ ഇസ്ലാമിക പ്രസ്ഥാനമാണ്. അതിന്റെ പോളിസി ഒന്നാണ്, അതിന്റെ ലീഡർഷിപ്പ് ഒന്നാണ്. ആ ലീഡർഷിപ്പിന് കീഴിൽ അഭിപ്രായ ഐക്യത്തോടുകൂടി പതിറ്റാണ്ടുകളോളം നിർണായകമായ ഘട്ടങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിങ്ങൾ വരെ ഞങ്ങൾക്ക് മുമ്പിൽ വെച്ച നിരോധനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അഭിപ്രായാന്തരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് പറയുന്ന ബഹുമാന്യനായ എന്റെ നേതാവ് പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം അഭിപ്രായക്യമുണ്ട്? നാഷണൽ ലെവലിലുണ്ടോ? ഇല്ല. ഇങ്ങ് കേരളത്തിൽ വന്നാലോ? ഇല്ല. ഒന്നിച്ചൊരു വേദിയിൽ നിങ്ങൾ അണിനിരക്കാൻ സന്നദ്ധമാണോ? അറിയില്ല. മുൻ മുഖ്യമന്ത്രി പുറത്തേക്ക് പോയി അകത്തേക്ക് വന്നോ? അടിയോടടി ഒരു ഘട്ടത്തിൽ അധികാരത്തിന്റെ നാലയലത്തെത്തുമ്പോഴേക്ക് ഈ കടന്നൽ കൂട്ടിലേക്ക് കല്ലിട്ടതുപോലെ പരസ്പരം ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കടിച്ചു കീറിയിട്ട് മൂക്ക് പൊത്തിയിട്ട് കേരളത്തിന്റെ തെരുവിലൂടെ ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമിക്ക്. അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് വാദോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നിൽക്കട്ടെ, അങ്ങ് നിൽക്കുന്ന ഈ മലപ്പുറം ജില്ലയിലെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്? അത് UDFന്റെ കൂടെയുണ്ടോ ഇല്ലേ? അവരുടെ തലക്ക് ഇടക്കിടക്ക് വെച്ച് കിഴി കൊടുക്കുന്നത് എന്ത് താല്പര്യത്തിന്റെ പേരിലാണ്? ഇതൊക്കെ തീർത്തിട്ടും അത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പഠിക്കാനും എന്നിട്ട് മനസ്സിലാക്കാനും എന്നിട്ട് സംസാരിക്കുവാനും സന്നദ്ധമാകേണ്ടത് എന്ന് ഈ ചെറിയ വാക്കിൽ ഇപ്പോൾ തൽക്കാലം ചുരുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെ പഠിച്ചിട്ട് മതി. മലപ്പുറം ജില്ലയിൽ എത്ര തവണ വന്നു ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ? അങ്ങ് നിന്ന് എത്ര തവണ വിളിച്ചു? ഇങ്ങോട്ട് ഫോൺ കോൾ. എന്താണ് കൂടെ നിൽക്കുന്ന, എന്നിട്ട് വോട്ട് വാങ്ങുന്ന, എന്നിട്ട് നിയമസഭയിലേക്ക് പോകുന്ന, എന്നിട്ട് അവരുടെ കൂടെ ഇരിക്കുന്ന ഒരാളോ കൂടെ ഇരിക്കുന്നവനോട് തൊഴിയോട് തൊഴി അവനെ ഇന്ന് വരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വന്തത്തിനകത്ത് അഭിപ്രായക്യമില്ലാത്ത, ജില്ലക്കകത്ത് അഭിപ്രായക്യമില്ലാത്ത, സ്റ്റേറ്റിനകത്ത് അഭിപ്രായക്യമില്ലാത്ത, അങ്ങ് കേന്ദ്രത്തിലേക്ക് ചെന്നാൽ അഭിപ്രായം ഐക്യമെന്തെന്ന് തിരിയാത്ത ഒരു പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിപ്രായക്യത്തെക്കുറിച്ച് സംസാരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആ വസ്തുത പറയുക മാത്രമാണ് ഞാൻ ചെയ്തത്. അതോടൊപ്പം തന്നെ പറയുന്നു, സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആശങ്ക പെട്ടെന്ന് തീരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പൊന്നാനി മണ്ഡലത്തിലെ പാവപ്പെട്ട വോട്ടർമാരുടെ ആശങ്ക തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇറാഖിന്റെ പ്രസിഡന്റ് തൂക്കിലേറ്റിയപ്പോൾ അതിശക്തമായി പ്രതികരിച്ച മുസ്ലിം സമുദായത്തിന്റെ പക്ഷത്ത് നിന്ന് സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം പിന്നീട് ഒരു വർഷം പിന്നിട്ടപ്പോൾ സദ്ദാമിന്റെ ചരമദിനത്തിൽ കേരളത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചവരാൻ കേരളത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ദിനമായി ആചരിച്ചു സദ്ദാമിനെ തൂക്കിലേറ്റിയതിന്റെ പേരിൽ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തെ മൊത്തത്തിൽ തൂക്കിലേറ്റിയ ഒരു സന്ദർഭമുണ്ടായപ്പോൾ എന്തേ നിങ്ങൾക്ക് സാമ്രാജ്യത്വ വിരുദ്ധ മനോഭാവം നഷ്ടപ്പെട്ടു പോയത്? ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കൺസേണുകളുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില റിസർവേഷനുകളുണ്ട്, ഞങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട്, സുചിന്തിതമായ തീരുമാനമെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ കേരളം മനസ്സിലാക്കിയിരിക്കുന്നു 8-10 കൊല്ലത്തെ അനുഭവം കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഒരു സംഭവമില്ലാത്ത ഒരു നിലപാടുമായിട്ട് അധികകാലം മുന്നോട്ട് പോകുവാൻ സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നെ കാര്യം എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
കൊണ്ട് സന്നിഗ്ധ ഘട്ടത്തിൽ സമുദായത്തിന് നിൽക്കേണ്ടി വന്ന ഒരു ഗതികേടാൻ എന്റെ സുഹൃത്തുക്കൾക്കറിയാവുന്ന കാര്യമാണ്. ദേശീയ സമിതി കൂടിയിട്ട് തീരുമാനിച്ചു ആണവ കരാറിനെ എതിർക്കണം. അത് കഴിഞ്ഞിട്ട് ബഹുമാന്യനായ ഗുലാം മഹ്മൂദ് ബനോത്വാല അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം വസിയ്യത്ത് കൊടുത്തു ആണവ കരാറിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ബഹുമാന്യനായ അഖിലേന്ത്യാ നേതാവിനെ അങ്ങ് ഡൽഹിയിലേക്ക് വിട്ടോ. എന്തിന്? ആശങ്കയറിയിക്കാൻ വിട്ടോ. എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആശങ്ക സംസ്ഥാന കമ്മിറ്റി പരസ്പരം പങ്കുവെക്കേണ്ടുന്ന ഗതികേടുണ്ടായി. കാരണം അദ്ദേഹം പോയാൽ ആശങ്ക അവിടെ രേഖപ്പെടുത്തുന്നതിന് പകരം അദ്ദേഹം അവിടെ പോയിട്ട് അഭിമാനത്തോടുകൂടി തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്റെ സുഹൃത്തുക്കൾക്കറിയാമല്ലോ, സംസ്ഥാന കമ്മിറ്റി പറയുന്നു ആശങ്ക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേന്ദ്രമന്ത്രി കണ്ണൂർ വന്നിട്ട് പറയുന്നു UPA സർക്കാരിന്റെ ഭാഗമായത് ഞാൻ അഭിമാനിക്കുന്നു. ഒരു ഭാഗത്ത് ആശങ്കയും മറുഭാഗത്ത് അഭിമാനവും ഉണ്ടാകുമ്പോൾ പാർട്ടി പ്രവർത്തകരാണ് അപമാനിതരാകുന്നത് എന്നെങ്കിലും തിരിച്ചറിയുവാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സാധിക്കേണ്ടിയിരുന്നു. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ വികാരം ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ട് ദാർശനികമായ പോരാട്ടത്തിന്റെ രൂപഭാവം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തെ മുഖവിലക്കെടുക്കാതെ ഒരു പ്രസ്ഥാനത്തിനും കേരളത്തിൽ മുന്നോട്ട് പോവുക സാധ്യമല്ല. കഴിഞ്ഞ ഇലക്ഷൻ നടന്ന ഉടനെ ശ്രീ MMS കേരളത്തിൽ നിന്നുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കാതെ അധികകാലം മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് MMS മാത്രമല്ല ബാധകമാകുന്നത്. ലോകത്ത് മുഴുവൻ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലോകത്തിന്റെ മുഖ്യധാരയിൽ അണിനിരുന്നുകൊണ്ട് ഇന്ത്യൻ മുസ്ലിം ലോകവും ഇന്ത്യൻ മുസ്ലിങ്ങളും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വ വിരുദ്ധ ധാരയെ പ്രതിനിധീകരിക്കുമ്പോൾ സമുദായത്തിന്റെ മുഖ്യധാരയിൽ ദൗർഭാഗ്യവശാൽ പല ഘട്ടങ്ങളും നിൽക്കുവാനുള്ള സൗഭാഗ്യമില്ലാത്ത ഒരു പ്രസ്ഥാനം ഈ 2008 ജൂലൈ 22-നും അതേ ഗതികേട് തന്നെ ആവർത്തിച്ചിരിക്കുന്നു എന്നത് അപകടകരമായ പ്രവണതയാണ്. നേരം വെളുത്തിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ സമുദായം മാറിക്കൊണ്ടിരിക്കുന്നുവെന്ന്, അഥവാ പഴയ കാലത്ത് പള്ളി ദർശിൽ പോയി ചൊറിഞ്ഞിരുന്ന അതുപോലെ തന്നെ ഹൗലുങ്കന്നിൽ പോയി തൂങ്ങിയിരിക്കുന്ന ഒരു സമുദായം അവിടെ നിന്നിട്ട് വിട്ടിട്ട് ഉസ്താദ് വരെ ആണവ കരാറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സെല്ല് രൂപീകരിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഉസ്താദ് പഠിച്ചാലും ഇല്ലെങ്കിലും സെല്ല് രൂപീകരിച്ചിരിക്കുന്നു. അഥവാ ഈ രാജ്യത്ത് ഒരു ഘട്ടത്തിൽ ശ്മശാന വിപ്ലവത്തിലൂടെ വിമോചനം കുതിച്ച ഒരു വിഭാഗം ആണവ കരാറിനെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും മുഖപത്രമിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഈ അവബോധത്തെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അവരുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമുദായ നേതൃത്വത്തിന് സാധിക്കണമെങ്കിൽ ഈ തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർ സന്നദ്ധമാകേണ്ടതുണ്ട്. ആ തിരിച്ചറിവിന്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ അവർക്ക് നൽകിയത്. ആ തിരിച്ചറിവിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ബാബരി മസ്ജിദ് ധ്വംസനം അവർക്ക് നൽകിയത്. 2 തവണ ആ മാളത്തിൽ നിന്ന് പാമ്പ് കടിയേറ്റിട്ടോ 3ാമത്തെ തവണയും പാഠം പഠിച്ചിട്ടില്ല എങ്കിൽ ജനസമൂഹത്തിന്റെ മുമ്പിൽ അതിശക്തമായ തിരിച്ചടിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് UPA സർക്കാരിന്റെ ഭാഗമായതുകൊണ്ടാണ്. ആരോടും പ്രത്യേകിച്ച് വിരോധമില്ല. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെയും സ്വയംനിർണയാവകാശത്തെയും സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീയിൽ കാഴ്ചവെച്ചുകൊണ്ട് എന്നിട്ട് പൊതുജന മധ്യത്തിൽ കൈകഴുകിക്കളഞ്ഞ ഞങ്ങളെല്ലാവരും ശുദ്ധരാണെന്ന് പറയുന്നവരെ സമൂഹ മധ്യത്തിൽ നഗ്നരായിട്ട് വിമർശിക്കുക എന്ന ചരിത്രപരമായ ധർമ്മം നിർവഹിക്കുവാൻ ബാധ്യസ്ഥനായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, രാഷ്ട്രീയം മാറ്റിവെക്കുക. ഒരുപാട് കാര്യങ്ങൾ വേറെ പറയുവാനുണ്ട്. അഥവാ 25 ആശങ്കകളാണ് സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറി പത്രത്തിൽ എഴുതിയത്. 25 ആശങ്ക. ഈ അടുത്ത് നമ്മുടെ മന്ത്രി പറഞ്ഞു ആശങ്ക തീർന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ എന്തായിരുന്നു ആശങ്ക? അറിയുന്നില്ല. എന്തായിരുന്നു ആശങ്ക? അഥവാ 1, 2, 3 കരാർ ധാരണയായി, ഹൈഡ് ആക്ട് ബാധകമായി. ഇനി അവശേഷിക്കുന്നത് IAEA-യുമായി ബന്ധപ്പെട്ട സേഫ് ഗാർഡും ആണവ സുരക്ഷാ നിബന്ധന കരാറും അതുപോലെ തന്നെ NSC ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില സംസ്ഥാനങ്ങളും നടന്നാൽ അമേരിക്കൻ കോൺഗ്രസിൽ വെച്ചാൽ രാജ്യത്തിന്റെ അടിമത്തം പൂർണ്ണമാകാൻ പോവുകയാണ്. അതായിരുന്നു ആശങ്ക. ആശങ്ക പരിഗണിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടി ആശങ്ക പരിഗണിച്ചുകൊണ്ടുള്ള ഒരാണവ കരാറിന് നമ്മൾ വിധേയരാകാൻ പോകുന്നു എന്നത് അതിനേക്കാളും അപകടകരമാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയുവാനുള്ളത് സത്യസന്ധമായി കാര്യങ്ങളെ പഠിക്കണം. ഈ കരാറിന്റെ വിശകലനത്തിന് നമ്മൾ സന്നദ്ധമാകണം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ പാരമ്പര്യം ഉറ്റുനിൽക്കുന്ന ഒരു ദർശനത്തിന്റെ വക്താക്കൾ എന്ന നിലക്ക് ആദർശ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ പോരാട്ടത്തെ ഏറ്റെടുക്കണം എന്നൊരിക്കൽ കൂടി ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നന്ദി. വിപ്ലവാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും.